ഗുഡ് ഈവനിങ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് ഹൈബ്രിഡൈസേഷൻ ആണ് അല്ലെ. ഹൈബ്രിഡൈസേഷൻ മെയിൻ ഏതൊക്കെ ഉണ്ടായിരുന്നു? SP, SP2, SP3, SP3D, SP3D2 ഇത്രയാണ് മെയിൻ ആയിട്ട് എടുത്ത ഹൈബ്രിഡൈസേഷൻ വന്നേക്കുന്നത്. അതിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഹൈബ്രിഡൈസേഷന്റെ ഓർഡറിൽ വിത്ത് എക്സാമ്പിൾസ് ആണ് പഠിപ്പിച്ചത്, വിത്ത് ഡെഫിനിഷൻസ്. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് എടുത്തത് ഹൈഡ്രോ കാർബണിൽ വരുന്ന ഹൈബ്രിഡൈസേഷൻ ആണ്. ഹൈഡ്രോ കാർബൺ അല്ലെ. ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും എന്ന് പറഞ്ഞേ? ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. അതിൽ ഹൈഡ്രോ കാർബണിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ആൽക്കെയിൻ, ANE. ANE എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിംഗിൾ ബോണ്ടഡ് കാർബൺ ആറ്റം അല്ലെ. സിംഗിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിൽ എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ, അതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത്. ഇന്ന് നമ്മൾ അടുത്തൊരു കാറ്റഗറിയിലേക്ക് വരികയാണ്. എന്തായിരിക്കും? ആൽക്കീൻ കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം, ആൽക്കീൻ. ആൽക്കീൻ കേട്ടോ, ഓർത്ത് വെക്കാം. ആൽക്കീൻ, ENE കേട്ടോ, ഓർത്ത് വെക്കാം. ആൽക്കീൻ, ENE എന്നിട്ട് അവിടെ എഴുതി വെക്കുക. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം, ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം എക്സിബിറ്റ് sp2 hybridization. ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം എക്സിബിറ്റ് sp2 hybridization. ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം എക്സിബിറ്റ് sp2 hybridization. അപ്പൊ ഡബിൾ ബോണ്ട് ആണെങ്കിൽ എന്തായിരിക്കും പറയേ? sp2 hybridization ആയിരിക്കും. അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ ഈഥീൻ. എക്സാമ്പിൾ ഈഥീൻ. ഈഥീൻ ഇതിന്റെ ഫോർമുല എന്തായിരിക്കും? CnH2n അല്ലെ. അപ്പൊ എന്തായിരിക്കും? CnH2n എന്ന് പറയുമ്പോൾ C2H എത്ര വരും? H എത്ര വരും? 4 അല്ലെ. ഓർത്ത് നോക്കാം. അപ്പൊ അതിന്റെ സാധാരണ സ്ട്രക്ചർ വരക്കുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2, CH2 ഡബിൾ ബോണ്ട് CH2. അതിന് എന്താണ് ഇതുപോലെ H ഒക്കെ വരച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതുപോലെ ആയിരിക്കും H ഒക്കെ വരക്കുന്നത്. ഡബിൾ ബോണ്ട് CH. ഇനി ഓർത്ത് നോക്കുക, ഡബിൾ ബോണ്ടിൽ ഒരെണ്ണം സിഗ്മ ബോണ്ട് ആയിരിക്കും, അടുത്ത എന്തായിരിക്കും? പൈ ബോണ്ട്. അപ്പൊ സിഗ്മ ബോണ്ട് എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ ഇന്ന് പഠിപ്പിച്ചു തരും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ സിഗ്മ ബോണ്ട് ആൻഡ് പൈ ബോണ്ട് കേട്ടോ. ഡബിൾ ബോണ്ടിൽ ഒരെണ്ണം. സിംഗിൾ ബോണ്ട് എല്ലാം എന്തായിരിക്കും? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്താണ്. എന്തായിരുന്നു? സിംഗിൾ ബോണ്ട് എല്ലാം സിഗ്മ ബോണ്ട് ആയിരിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഡബിൾ ബോണ്ട് വരുമ്പോഴാണ് നമുക്ക് അതിൽ ഒരെണ്ണം എന്തായിരിക്കും? പൈയും ഒരെണ്ണം സിഗ്മ ബോണ്ടും ആയിരിക്കും. ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് എവിടെയൊക്കെ സിഗ്മ ബോണ്ട് വരും? സിംഗിൾ ബോണ്ട് ഇത് കണ്ട്, ഇത് സിഗ്മ ബോണ്ട്, ഇത് സിഗ്മ ബോണ്ട്, ഇത് സിഗ്മ ബോണ്ട്, സിഗ്മ ബോണ്ട്. അപ്പൊ ടോട്ടൽ എത്ര വരും അല്ലെ? 5 സിഗ്മ ബോണ്ട്. അതൊന്ന് സൈഡിലും മെൻഷൻ ചെയ്യണം കേട്ടോ, ഓർത്ത് നോക്കാം. ആൻഡ് 1 പൈ ബോണ്ട്, ആൻഡ് 1 പൈ ബോണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. 5 സിഗ്മ ബോണ്ട് ആൻഡ് 1 പൈ ബോണ്ട്. 5 സിഗ്മ ബോണ്ട് ആൻഡ് 1 പൈ ബോണ്ട്. ഇനി ഇതിന്റെ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് ഡയഗ്രം ആണ് ഹൈബ്രിഡൈസേഷന്റെ. ഇതിന്റെ sp2ന്റെ കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു sp2ന്റെ ഷേപ്പ് എന്തായിരിക്കും? sp2ന്റെ ഷേപ്പ് ഇതിന് ഓർത്തു. sp2 ഷേപ്പ് എന്തായിരുന്നു? ലീനിയർ. sp2 ട്രയഗണൽ പ്ലാനർ. sp3 എല്ലാവരും ഒന്ന് പറയിപ്പിക്കണമെന്ന്. sp3 ടെട്രാഹിഡ്രൽ. പിന്നെന്താ? sp3d ട്രയഗണൽ ബൈപിരമിഡ്. then sp3d2 ഒക്ടാഹിഡ്രൽ അല്ലെ. ഓർത്ത് നോക്കുക. ഇതാണ് നമ്മൾ ആദ്യം നോർമലി കൊണ്ടുവന്നേക്കുന്ന ഐഡിയാസ് എന്ന് പറയുന്നത് അല്ലെ. ഓർത്ത് നോക്കുക. ജനറൽ ആയിട്ട് വരുമ്പോൾ സിംഗിൾ ബോണ്ട് മാത്രമാണ് എങ്കിൽ ഇങ്ങനെയാണ് അതിന്റെ ഹൈബ്രിഡൈസേഷൻ വരിക. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ഇതിൽ എന്തായിരുന്നു ആക്ച്വലി അല്ലെ? ഇതെന്തായിരിക്കും? ഡബിൾ ബോണ്ട് വന്ന എന്ത് ഹൈബ്രിഡൈസേഷൻ എന്നാണ് പഠിപ്പിച്ചേക്കുന്നത്? sp2. ഡബിൾ ബോണ്ട് വന്ന എന്തായിരിക്കും? sp2. അപ്പൊ sp2 വരക്കുമ്പോൾ ഞാൻ വരക്കുന്ന നോക്കുക. അതിന് ട്രയഗണൽ പ്ലാനർ ആയിട്ട് വരുമ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ വരച്ചു. പിന്നെ എങ്ങനെയായിരിക്കും? ഓർത്ത് നോക്കുക. ഇതിങ്ങനെ വരച്ചു അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ ട്രയഗണൽ പ്ലാനർ വരച്ചത്. പക്ഷെ ഇവിടെ നമുക്ക് ഇതൊരു ബോണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ലോബ്സ് ഈ സൈഡിലേക്ക് കൊടുക്കാം. അപ്പൊ ഈ കാർബൺ ആണ് ഈ ഡോട്ട്, ഈ കാർബൺ ഈ ഡോട്ട് ആണ്. ഫസ്റ്റ് ഈ സൈഡിലേക്ക് കൊടുത്തു. കാരണം എന്താ? ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. എന്നിട്ട് ഇതാണ് ഹൈബ്രിഡ് ഓർബിറ്റൽ. ഇങ്ങനെ ഒരെണ്ണം വരച്ച ഹൈബ്രിഡ് ഓർബിറ്റൽ. sp2 എന്ന് പറഞ്ഞാൽ എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും? 3 ലോബ്സ് ഉണ്ടാവും. ഇത് ഇതിനു മുമ്പ് എടുത്താണ് ആക്ച്വലി. ഓക്കെ. അപ്പൊ ഓർത്ത് നോക്കുക. 3 ലോബ്സ് വരക്കുമ്പോൾ ഇങ്ങനെ വരച്ചു, ഒരെണ്ണം ഇങ്ങനെ വരച്ചു. ഉണ്ടോ? ഓർത്ത് നോക്കാം. 3 ലോബ്സ് ഏകദേശം ഒരേ ഷേപ്പിൽ. ഓർത്ത് നോക്കാം. ഇതെന്താണ്? ഈ കാർബൺ ആറ്റം ആണ്. ഇതാണ് ഈ കാർബൺ ആറ്റം. ഇനി അടുത്ത കാർബൺ ആറ്റം ഇവിടെ നോക്കുക. സെക്കൻഡ് കാർബൺ ആറ്റം എന്ന് പറയുന്നത്
ഇങ്ങനെ ഒരു ലോബ് വന്നു, ഓർത്ത് നോക്കുക അടുത്ത ലോബ്സ്. അപ്പോൾ ഇത് അടുത്ത സെക്കൻഡ് കാർബൺ ആറ്റം. ഇപ്പൊ 2 കാർബൺ ആറ്റം ആയി അല്ലേ, ഓർത്ത് നോക്കുക 2 കാർബൺ ആറ്റം ആണ് വന്നേക്കുന്നത്. ഇനി ശ്രദ്ധിക്കാതെ ഇത് ഹൈഡ്രജൻ ആണ്, ഹൈഡ്രജൻ കണ്ടോ, ഇത് ഹൈഡ്രജൻ ആണ്. കാരണം എന്താ, ഹൈഡ്രജനിലെ എസ് ആണ്, സ്പെറിക്കൽ അല്ലേ, എസിന്റെ ഷേപ്പ് എന്താ സ്പെറിക്കൽ. അപ്പൊ അതെ ഹൈഡ്രജൻ ഇവിടെ വന്നു, കണ്ടോ ഓർത്ത് നോക്കുക ഹൈഡ്രജൻ. അപ്പൊ ഇവിടെ 2 ഹൈഡ്രജൻ ഇവിടെ ഓക്കെ ആയി. ഇനിയും ഇവിടെ 2 ഹൈഡ്രജൻ, ഇതാണ് ഹൈഡ്രജൻ ഓർത്ത് നോക്കുക. അപ്പോ ഇത് കാർബൺ 2 ഹൈഡ്രജൻ ആക്കിയ. ഇനി ഒരു കാര്യമുള്ളൂ, പൈ ബോണ്ട് കാണിക്കണം. എന്താ കാണിക്കണ്ടേ, പൈ ബോണ്ട്. പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ പാരലൽ ഓർ പെർപെൻഡിക്കുലർ ഓവർലാപ്പിംഗ് ഓഫ് പി ഓർബിറ്റൽ, അതിനെയാണ് പൈ ബോണ്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക, പിയുടെ ഷേപ്പ് എന്തായിരുന്നു, ഷേപ്പ് ഓഫ് പി ഓർബിറ്റൽ. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പഠിച്ചേക്കുന്നത് ഷേപ്പ് ഓഫ് പി ഓർബിറ്റൽ ഡംബൽ, ഷേപ്പ് ഓഫ് എസ് ഓർബിറ്റൽ സ്പെറിക്കൽ, ഷേപ്പ് ഓഫ് പി ഓർബിറ്റൽ ഡംബൽ, ഷേപ്പ് ഓഫ് ഡി ഓർബിറ്റൽ ഡബിൾ ഡംബൽ. മറക്കരുത് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോ പി ഓർബിറ്റല് പാരലൽ ആയിട്ട് ഇത് ഇങ്ങനെ വരക്കും കേട്ടോ. അപ്പൊ ഇത് പി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ ഡോട്ടഡ് ഇട്ട് കൊടുക്കണം. എന്തിനാ ഡോട്ടഡ് ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ നിങ്ങൾ ലോബ്സ് മനസ്സിലാവില്ല കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള എല്ലാം പേന കൊണ്ട് എഴുതുക. ഇത് കണ്ടോ, ഇപ്പൊ ഞാൻ ഇത് ഈ കളർ മാറ്റി വെക്കാൻ കാരണം എന്താ, നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവണം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, കുറേ സാധനങ്ങൾ വരുന്ന പോലെ ഫീൽ ചെയ്യും കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ പൈ ബോണ്ട് വരക്കുമ്പോൾ ഇതുപോലെ ഡോട്ടഡ് ലൈൻ ഇട്ടൊക്കെ കൊടുത്ത് മെയിൻ എക്സാമിനൊക്കെ ആകുമ്പോൾ ചെറിയൊരു ഷെയ്ഡ് ഒക്കെ കൊടുക്കാം നമുക്ക് അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ ഐഡന്റിഫൈ ഇങ്ങനെ വരച്ചു നോക്കാം. അപ്പൊ ഇത് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് പൈ ബോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ 2 കൂടി ഒറ്റ ബോണ്ടായിട്ടാണ് വരുന്നത്, പൈ ബോണ്ട് ഓർത്ത് നോക്കാം. അപ്പോ ഏതൊക്കെ ബോണ്ട് ഉണ്ട് ഇവിടെ, ഇപ്പോ സിഗ്മയുണ്ട് പൈ ഉണ്ട് അല്ലെ, പിന്നെ ഇതൊക്കെ സിഗ്മ ബോണ്ടുകളാണ്. അപ്പൊ ഇതും കൂടി ഒന്ന് എടുത്തു വരാം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നിങ്ങളെടുത്ത് ചോദിക്കുന്നത് ഓർബിറ്റൽ ഓവർലാപ്പിംഗ് ഡയഗ്രാം ഓഫ് ഈഥീൻ, അതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രയും കറക്റ്റ് കാര്യങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, വേഗം വരച്ചു. എക്സാം കഴിയുന്ന കുട്ടികൾ പേപ്പർ എന്നെ കൊണ്ടുവന്ന് കാണിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒരാളുടെ കാര്യം പറഞ്ഞുകൊണ്ട് കൊണ്ടുവരാണ്. അപ്പോൾ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏതൊക്കെ ഏരിയ ആണ് നിങ്ങൾ മാർക്ക് പറയുന്നത്. അപ്പോൾ ആ ഏരിയയിൽ അവർക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് അടുത്ത സ്റ്റെപ്പിൽ. അപ്പോൾ ഇൻഡിവിജ്വലി നിങ്ങൾ കാണിക്കുക. ഓൺലൈനിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാരോടും വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് കൂടെ കൊണ്ടുവന്ന് കാണിക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. പിന്നെ ആരെങ്കിലും ഫോട്ടോ ഇവിടെ തരാത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. വാട്സാപ്പിൽ നിങ്ങളൊരു ഫോട്ടോ വീട്ടിൽ നിന്ന് വെറുതെ ഒരു ഫോട്ടോ എടുത്തിട്ടായാലും വലിയ കുഴപ്പമില്ലാത്തൊരു ഫോട്ടോ എടുത്തിട്ട് നേരെ വാട്സാപ്പിൽ അയച്ചു തരാം, നിങ്ങളുടെ പേരും ഇതും പറഞ്ഞിട്ട് കേട്ടോ, ഓർത്ത് നോക്കാം. നമുക്ക് ഇതുപോലെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി തുടങ്ങുന്നുണ്ട്. ഇപ്പൊ 12ന്റെയും 10ന്റെയും ഒക്കെ കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് ഇത് കണ്ടോ. ഇപ്പൊ 12ന്റെ ആണെങ്കിൽ ഇതുണ്ടോ 12th. അപ്പൊ ചില ആൾക്കാർ തന്നിട്ട് അവരുടെ പറഞ്ഞിട്ട് അത് തരും. അപ്പൊ നിങ്ങൾ വെറുതെ വിളിപ്പിക്കാനായിട്ടുള്ളത് വേണ്ട. അപ്പോൾ ഇതുപോലെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഓർത്ത് നോക്കുക. ഇതിലേക്ക് നിങ്ങൾ എഴുതുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഇയാള് എന്നാ അല്ലെ ഇന്ന് ഞങ്ങൾ വന്ന സമയത്ത് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പൊ എന്താ പറഞ്ഞേ, നമ്മൾ അവിടെ വെച്ചിട്ട് പറഞ്ഞാൽ 50 ക്വസ്റ്റ്യൻസ് അല്ലേ. അത് കുറച്ച് ചെയ്യാൻ പറ്റിയില്ല, എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് അല്ലേ, എന്തോ വേറെ വർക്ക് ഉണ്ടെന്നല്ലേ പറഞ്ഞേ, നോട്ട് കംപ്ലീറ്റ് ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് അത് ചെയ്തില്ല. അങ്ങനെ ഓരോരുത്തരും നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് ഇയാള് ചെയ്യുന്ന ഒരു 5 ക്വസ്റ്റ്യൻ ആണ്, ആ 5 ക്വസ്റ്റ്യൻ അപ്പൊ അല്ലെ ഓർത്ത് നോക്കുക ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പാരലായിട്ട് ചെയ്തു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബുക്കിന്റെ കേട്ടോ, ഓർത്ത് നോക്കാം. ചെയ്തത് കാണിക്കണം കേട്ടോ, ന്യൂമറിക്കലൊക്കെ ഇനി ചെയ്യിപ്പിച്ചു തുടങ്ങും. അപ്പൊ അതൊക്കെ എഴുതിയത് കറക്റ്റായിട്ട് വർക്കുകൾ ചെയ്ത് കാണിക്കുമ്പോൾ അതെനിക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ, എല്ലാ ആൾക്കാരെയും ഒന്ന് കറക്റ്റ് ഓർഡറിലേക്ക് കൊണ്ടുവരാനാണ്. അത് കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വരുന്ന എക്സാംസിന് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാൽ അല്ലെങ്കിൽ അത് ഒരു റെമഡിയിൽ ഉണ്ടാവണ്ടേ, എന്നാൽ മാത്രം നമുക്ക് ഗ്രാജുവൽ ആയിട്ട് കയറുക എന്നുള്ള രീതിയിൽ പറയും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ക്ലിയർ ആയിട്ട് ഫോട്ടോസ് ആരെങ്കിലും തരാത്തുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചാൽ അപ്പം തന്നെ വാട്സാപ്പിൽ അയച്ചു തരണം കേട്ടോ, ഓർത്ത് നോക്കുക. പേരും ഡീറ്റെയിൽസും പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് തരിക, അത്രേ ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കുക. നിങ്ങളുടെ മുഖം മാത്രം മതി കേട്ടോ, ഓർത്ത് നോക്കാം. വേഗം വരക്ക് കേട്ടോ. വരയ്ക്കുമ്പോൾ ഇത് മാറിപ്പോകരുത് കേട്ടോ. ഇത് ഡോട്ടർ ലൈനിൽ കൊടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ കുറെ സമയം കഴിയുമ്പോൾ മനസ്സിലാവില്ല ഇത് എന്തുകൊണ്ട് 3 വന്നു. ട്രയാങ്കിൾ പ്ലാൻ. അപ്പൊ എത്ര ലോബ്സ് വരും, SP2 ആവുമ്പോൾ എത്ര ലോബ് വരും, 3. ഇതിനെന്താ വിളിക്കുന്നത്, ഹൈബ്രിഡ് ഓർബിറ്റൽ. എത്ര എണ്ണം വരും, 3 അല്ലെ. അപ്പൊ അടുത്ത CH4 ടെട്രാഹൈഡ്രൽ ആവുമ്പോൾ എത്ര വരും, 4. SP3 ആണെങ്കിൽ ഓർത്ത് നോക്കാം. ഈ SP എത്ര വരും,
SP, ഒരു S ഒരു P, അപ്പൊ എത്ര ലോബ് വരും? 2 ഉണ്ടോ? sp3d, ഒരു S 3p ഒരു D, അപ്പൊ എത്ര എണ്ണം ഉണ്ടാവും ഇതുപോലത്തെ? 5 എണ്ണം ഉണ്ടോ? ഓർത്ത് നോക്കാം. അങ്ങനെ ഓർത്ത് വെക്കണ്ടേ കേട്ടോ. ഒരു ലോജിക്ക് വെക്കണം, അല്ലെങ്കിൽ മറന്നു പോകും അല്ലെ. നമ്മളിപ്പോ sp2 അങ്ങനെ കാണാതെ പഠിക്കാൻ പറ്റില്ല. നമുക്കൊരു ലോജിക്കോ, ഇതിനൊരു ലോജിക്ക് ഉണ്ട്, ആ ലോജിക്കാണ് മറക്കാതിരിക്കേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ഹെഡിങ് ആൽക്കൈൻ, YNE. ആൽക്കൈൻ, YNE. ആൽക്കൈൻ്റെ ഒക്കെ ഡെഫിനിഷനൊക്കെ അറിയാലോ, ഉണ്ടോ? അതൊന്നും ചോദിക്കൂല, എന്നാലും നിങ്ങൾക്ക് അറിയാലോ ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ എന്താ? 10th പഠിപ്പിച്ചേക്കുന്ന ഡെഫിനിഷൻ ഉണ്ട്. എന്തായിരുന്നു? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 1 ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആറ്റം. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു ആക്ച്വലി? ആൽക്കൈൻ, YNE, ട്രിപ്പിൾ ബോണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. സെക്കൻഡ് പോയിന്റ് നമ്മൾ പറയാൻ എന്തായിരിക്കും? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറയാം അതിന്റെ ജനറൽ ഫോർമുല CnH2n-2 കേട്ടോ, ഓർത്ത് നോക്കാം. നമുക്ക് ഇവിടെ അത് വന്നൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ് കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് YNE എന്നൊക്കെ പറയുമ്പോൾ അറിയണം കേട്ടോ. ഓക്കെ, അപ്പോ അവിടെ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആറ്റം, ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആറ്റം, ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആറ്റം എക്സിബിറ്റ്, ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആറ്റം എക്സിബിറ്റ്, ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആറ്റം എക്സിബിറ്റ് sp hybridization, sp hybridization. കേട്ടോ, എക്സാമ്പിൾ ഈഥീൻ, എക്സാമ്പിൾ ഈഥീൻ എന്നിട്ട് C2H2. ഇതിന്റെ ഫോർമുലയാണ് കേട്ടോ, C2H2. എക്സാമ്പിൾ ഈഥീൻ C2H2, C2H2. ഈഥീൻ, ഇത്തൈൻ, സോറി, ഈഥീൻ അല്ല, ഈത്തൈൻ കേട്ടോ, ഞാനും പറഞ്ഞപ്പോൾ മാറിപ്പോ. ഈത്തൈൻ കേട്ടോ, ഓർത്ത് നോക്കാം. YNE, C ട്രിപ്പിൾ ബോണ്ട് C, ഇവിടെ ഒരു H വരും കേട്ടോ. ഓക്കെ, ഇതാണ് അതിന്റെ സ്ട്രക്ചർ. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ് അല്ലെ, ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു ബോണ്ട് എന്തായിരിക്കും? എപ്പോഴും സിഗ്മ ആയിരിക്കും. ഒരു ബോണ്ട് എന്തായിരിക്കും? സിഗ്മ. ബാക്കി രണ്ടെണ്ണം എന്തായിരിക്കും? പൈ ബോണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇതും പൈ ആണ്, ഇവിടെയും പൈ ആണ് കേട്ടോ. 2 പൈയും ഒരു സിഗ്മയും വരും കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ ഇത് സിഗ്മയാണ്. സിംഗിൾ ബോണ്ട് എല്ലാം സിഗ്മ കേട്ടോ. സിംഗിൾ ബോണ്ട് എല്ലാത്തിലും എന്ത് ഉണ്ടാവുള്ളൂ? സിഗ്മ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് വന്നാൽ ഒരെണ്ണം സിഗ്മ, 2 എണ്ണം പൈ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ടോട്ടൽ സിഗ്മ ബോണ്ട് എത്രയായിരിക്കും? സിഗ്മ ബോണ്ട് ടോട്ടൽ എത്രയുണ്ട് എന്ന് പറഞ്ഞേ? 3. പൈ ബോണ്ട് എത്ര ഉണ്ട് ടോട്ടൽ? വെരി ഗുഡ്, പൈ ബോണ്ട് 2 കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ശ്രദ്ധിക്കുക, ഈ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ വേറെ ഇല്ല. ഞാൻ ഇത് എഴുതിപ്പിക്കുമ്പോൾ വേറെ ഒന്നുമില്ല. പക്ഷെ ഹൈഡ്രോ കാർബണിൽ ആദ്യമേ എന്നെ ചോദിക്കും, മനസ്സിലായ? കാരണം നിങ്ങൾ 11th-ലാണ്. എവിടെയെങ്കിലും പഠിച്ച കാര്യങ്ങൾ മിക്സ് ചെയ്ത് ചോദിക്കും, +2-ലായാലും ചോദിക്കും, അപ്പൊ കിട്ടണം കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കുക, ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റും ഹൈബ്രിഡൈസേഷനും ഒക്കെ വരുന്ന ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് പേജും ഇറക്കിയ അപ്പൊ തന്നെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, അവിടെ ഇതെല്ലാം വരും, മനസ്സിലായി? അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതും ശ്രദ്ധിക്കുന്നത് കേട്ടോ, ഓർത്ത് വെക്കുക. അവിടെയാണ് അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. ഇത് എഴുതി വെക്കുക കേട്ടോ. ഇനി ഇതിന്റെ എന്താ വരക്കാൻ പോണേ? നമ്മള് ഓർബിറ്റൽ ഓവർലാപ്പിംഗ് ഡയഗ്രാം അല്ലെ, ഓർത്ത് വെക്കാം. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ sp ആണ് അല്ലെ. ഈ കാർബണും sp ഹൈബ്രിഡൈസേഷൻ, ഈ കാർബണും sp ഹൈബ്രിഡൈസേഷൻ, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അങ്ങനെ sp ഹൈബ്രിഡൈസേഷൻ വന്ന sp-യുടെ ഷേപ്പ് എന്തായിരുന്നു? sp-യുടെ ഷേപ്പ് ലീനിയർ അല്ലെ, ഓർത്ത് വെക്കാം. sp എന്തായിരുന്നു? ലീനിയർ. എല്ലാവരും കൊണ്ട് ഒന്ന് പറയപ്പെട്ട് sp എന്തായിരിക്കും? ലീനിയർ. sp2 ട്രയഗണൽ പാനൽ, sp3 ടെട്രാഹെഡ്രൽ അല്ലെ. ആ ഒരു ഓർഡർ മറക്കല്ലേ കേട്ടോ. ഓക്കെ, ദെൻ ഈ കാർബൺ ലീനിയർ ആണ് എങ്കിൽ ഇത് നോക്കിയേ, ഈ കാർബൺ ആറ്റത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ്, 2 ലോബ്സ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാർബൺ ആറ്റം. ഇനി അടുത്ത കാർബൺ ആറ്റം ഇത് ഈ കാർബൺ ആറ്റമാണ് ഈ വരച്ചത്. അടുത്ത കാർബൺ ആറ്റമാണ് ഇത്. അതിന്റെ ഷേപ്പ് നോക്കാം നമുക്ക്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യും. അനദർ സി. ഇപ്പൊ 2 കാർബൺ ആറ്റം ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തു. ഇനി നമുക്കറിയാം ഇവിടെ ഒരു H ഉണ്ട്, ആ H ആണ് ഇത്. ഇവിടെ അടുത്ത് H കൊടുക്കാം നമുക്ക്. H. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് സിഗ്മ ബോണ്ടുകൾ നമുക്ക് ഓൾറെഡി കിട്ടി. ഏതൊക്കെയാണ് സിഗ്മ? ഇത് സിഗ്മയാണ്. ഇവിടെ ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ് ആണ്, ഇത് സിഗ്മയാണ്, ഇതും സിഗ്മയാണ്. ഇനി നമുക്ക് അറിയേണ്ടത് പൈ ബോണ്ട് ആണ്. പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞേ? നമ്മൾ ഇത് എഴുതും കേട്ടോ. ഇനി പാരലൽ ഓവർലാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ ഡെഫിനിഷൻ ഒക്കെ എഴുതും.
പൈ ബോണ്ട് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോ അങ്ങനെ ആ പൈ ബോണ്ട് ആണ് ഇനി നമ്മൾ കൊണ്ടുവരുന്നത്. ഇതാണ് പൈ ബോണ്ടിന് വരുന്നത്. നമ്മൾ ഡോട്ടർ ലൈനിലിട്ട് കൊടുക്കുന്ന 2 പൈ ബോണ്ട് ഉണ്ട്. അപ്പോ ഇത് കണ്ടോ, ഇത് അടുത്ത് നോക്കിയേ, ഇതാണ് ആദ്യത്തെ പൈ ബോണ്ട്. ഓക്കെ, ഫസ്റ്റ് പൈ ബോണ്ട്. ഇനി സെക്കൻഡ് പൈ ബോണ്ട് എന്ന് പറഞ്ഞ് വരക്കുമ്പോ ആ ഡോട്ടർ ലൈൻ ബ്ലാക്കിലിടാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് നോക്കാം. നിങ്ങളൊരു ഷെയ്ഡൊക്കെ കൊടുക്കുക, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഈ പറയുന്ന ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന 2 കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്യും, ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഓവർലാപ്പ് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഓവർലാപ്പ് ചെയ്യും. അതാണ് അടുത്ത പൈ. അപ്പോൾ ഇത് പൈ ബോണ്ടാണ്, ഇതും പൈ ബോണ്ടാണ് കേട്ടോ, ഓർത്ത് നോക്കുക. ഒരു സിഗ്മ ബോണ്ട്, ഒരു 1 സിഗ്മ ബോണ്ടും എത്ര പൈ ബോണ്ടും വന്നിട്ടുണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. 2 പൈ ബോണ്ടും വന്നിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. വേഗം വരച്ചു കേട്ടോ. വരച്ചു. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവണം കേട്ടോ. മനസ്സിലാവുന്ന രീതിയിലൊക്കെ എഴുതി വെക്കണം. ഇതെന്താണ് സ്പെറിക്കൽ, എന്തുകൊണ്ട്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന് ആകെ കൂടി ഒരു എസ്സിൽ ഒരു ഇലക്ട്രോൺ ഉള്ളൂ. എന്റെ ഷേപ്പ് സ്പെറിക്കൽ, അതുകൊണ്ട് ഇത് സ്പെറിക്കലായി. ഇനി ഇവിടെ നമ്മൾ സിഗ്മ എന്ന് പറഞ്ഞാൽ ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ് ആണ്. അതുകൊണ്ടാണ് ഇത് കണ്ടോ, ഹെഡ് ടു ഹെഡ് ഓവർലാപ്പ് ചെയ്തു, അത് സിഗ്മയാണ്. അതാണ് സ്ട്രോങ് ബോണ്ട്. പൈ എന്ന് പറയുമ്പോൾ അത് പി ഓർബിറ്റുകൾ തമ്മിൽ പാരലൽ ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നതാണ്. അവിടെ ഓവർലാപ്പിംഗ് കുറവാണ്. ഇതുണ്ട്. അപ്പൊ 2 പൈ ബോണ്ടും ഒരു സിഗ്മ ബോണ്ടും വന്നു. ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ കൺസെപ്റ്റുകൾ മറക്കരുത്. ഇന്ന് നമ്മൾ 2-3 ക്ലാസ്സുകളിലായിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ VSEPR തിയറി നമ്മൾ ഒരു ക്ലാസ് മുഴുവൻ VSEPR തിയറിക്ക് വേണ്ടി എടുത്തേ അല്ലെ. അതിന്റെ കൺസെപ്റ്റ് എന്തിനായിരുന്നു? ഷേപ്പാണ്. ഒരു ആറ്റത്തിനകത്ത് ഒരു മോളിക്യൂളിനകത്ത് ആറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള ഷേപ്പിലാണ് വരുന്നത്. വൈ? അങ്ങനെ ഷേപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തിയറിയാണ് എന്ത്? VSEPR തിയറി. അതിൽ ആദ്യത്തെ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം അല്ലേ. അതെന്തായിരുന്നു? വാലൻസ് ഇലക്ട്രോൺ ആയിട്ട് റിലേറ്റഡ് ആണ്. ഇനി ഹൈബ്രിഡൈസേഷൻ എന്തിനാ പഠിച്ചത്? ഇത് എന്തിനാ ഇങ്ങനെ പഠിപ്പിക്കുന്നത്? ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് എന്തിനാ? കാർബണിന്റെ അകത്ത് ശ്രദ്ധിക്കുക, കാർബണിന്റെ അകത്ത് 3 ഇലക്ട്രോൺസുകൾ ഉണ്ടായിരുന്നു അല്ലെ, ഓർത്ത് നോക്കുക. വാലൻസ് ഇലക്ട്രോൺ 3 എണ്ണം അല്ല, 4 എണ്ണം, 4 ഇലക്ട്രോൺസ്. ആ 4 ഇലക്ട്രോൺസ് വേറൊരാളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനർജി ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനർജി ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്തു? ഇന്റർ മിക്സ്. ലാസ്റ്റ് ക്ലാസ്സിൽ sp3 ഡെഫിനിഷൻ എന്താ പറഞ്ഞേ? sp3 പറഞ്ഞു 1s electron, p electron to form 4 hybrid orbital with equivalent energies അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ ആ കൺസെപ്റ്റുകളെ കറക്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ, ഓർത്ത് നോക്കാം. വേഗം വരച്ചു കഴിഞ്ഞോ? അതോ കറക്റ്റ്.
എഴുതിയില്ലേ? വരച്ചല്ലേ ഇത്? അടുത്ത ഹെഡിങ് എഴുതി വെക്കുക, ഓർബിറ്റൽ ഓവർലാപ്പിംഗ് കൺസെപ്റ്റ്. ഓർബിറ്റൽ ഓവർലാപ്പിംഗ് കൺസെപ്റ്റ്. ഓർബിറ്റൽ ഓവർലാപ്പിംഗ് കൺസെപ്റ്റ്. ഓർബിറ്റൽ ഓവർലാപ്പിംഗ് കൺസെപ്റ്റ് അണ്ടർലൈൻ ചെയ്യാം. നമ്മൾ ഇവിടെ ഇത് കണ്ടോ, ഇവിടേക്ക് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? ഓവർലാപ്പ് ചെയ്യുന്ന ആ കൺസെപ്റ്റിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഏതൊക്കെ ടൈപ്പുകൾ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് വരുന്നത്. ഫസ്റ്റ് പോയിന്റ് എഴുതി കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, പാർഷ്യൽ മെർജിങ്. പാർഷ്യൽ മെർജിങ് ഓഫ് ആറ്റമിക് ഓർബിറ്റൽസ്. പാർഷ്യൽ മെർജിങ് ഓഫ് ആറ്റമിc orbitals is called overlapping of. Partial merging of atomic orbital is called overlapping of atomic orbital. Overlapping of atomic orbital which result in the pairing of electron. Which result in the pairing of electron. Which result in the pairing of electron. Next line എഴുതി വെക്കുക. അടുത്ത ലൈനിൽ the extent of overlap. The extent of overlap. The extent of overlap decide the strength of a covalent bond. So, overlapping of atomic orbital which result in the pairing of electrons. Which result in the pairing of electrons. Stop. Next line, അടുത്ത point, second point. The extent of overlap. The extent of overlap decides. The extent of overlap decides the strength of a covalent bond. The extent of overlap decides the strength of a covalent bond. Strength of a covalent bond. Strength of a covalent bond. Then next, type of overlapping. Next, type of overlapping. Type of overlapping. First heading എഴുതി വെക്കുക, sigma bond. Sigma bond. എത്ര ടൈപ്പ് ഉണ്ട്? സിഗ്മ ബോണ്ടും പൈ ബോണ്ടും അല്ലെ? അപ്പൊ അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗിൽ ഏതാ? സിഗ്മ ബോണ്ട്. സിഗ്മ ബോണ്ടിന്റെ ഡെഫിനിഷൻ ആണ് എഴുതുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. സിഗ്മ ബോണ്ട് അണ്ടർലൈൻ ചെയ്യുക. അതിന്റെ താഴെ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക, കോവാലന്റ് ബോണ്ട് ഈസ് ഫോംഡ് ബൈ. Covalent bond is formed by. Covalent bond is formed by the end to end. Covalent bond is formed by the end to end. END. End to end. Bracket എഴുതി വെക്കുക, head on. End to end. The covalent bond is formed by the end to end. Within bracket head on overlap of bonding orbitals. Overlap of bonding orbitals along the internuclear axis. Along the internuclear axis. Along the internuclear axis. Sir, overlap of bonding. Bonding orbitals. Bonding orbitals along the internuclear axis. AXIS. Internuclear axis. ഇനി ഇതില് എത്ര ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ് എന്നാണ് പറയുന്നത്? SS സിഗ്മ ബോണ്ട്, SP സിഗ്മ ബോണ്ട്, പിന്നെ എന്തൊക്കെ വരും? PP സിഗ്മ ബോണ്ട്. അത്രയാണ് നമ്മൾ ഇനി
നോക്കുന്നത്. ഇനി അവിടെ ഓരോന്നായിട്ട് എഴുതി വെക്കുക. എസ് എസ് സിഗ്മ ബോണ്ട്, എസ് എസ് സിഗ്മ ബോണ്ട് കേട്ടോ, ഓർത്ത് വെക്കുക. എസ് എസ് സിഗ്മ ബോണ്ട്. അപ്പോ സിഗ്മ ബോണ്ട് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ഇനി എസ് എസ് സിഗ്മ ബോണ്ട്. എസ് എസ് സിഗ്മ ബോണ്ട് എങ്ങനെയാ വരിക? എസിന്റെ ഷേപ്പ് എന്തായിരുന്നു എന്ന് പറഞ്ഞേ. എസിന്റെ ഷേപ്പ് സ്പെറിക്കൽ. അല്ലേ, ഇതാണ് സ്പെറിക്കൽ. ഇതും തമ്മിൽ പാർഷ്യൽ അല്ലെ, മുഴുവനായിട്ടല്ല, പാർഷ്യൽ. അതിനെയാണ് നമ്മൾ സിഗ്മ ബോണ്ട് എന്ന് വിളിക്കുന്നത്. വേഗം പറയാം, എസ് എസ് സിഗ്മ ബോണ്ട്. അടുത്ത എന്തായിരിക്കും പറഞ്ഞേ? എസ് 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 ടി. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? പി പി അല്ലെ, ഓർത്ത് വെക്കാം. എസ് എസ് അത് കഴിഞ്ഞാൽ എസ് പി സിഗ്മ ബോണ്ട്. കേട്ടോ, എസിന്റെ ഷേപ്പ് എന്തായിരുന്നു? സ്പെറിക്കൽ. പിയുടെ ഷേപ്പ് എന്തായിരിക്കും? ഡംബൽ. കണ്ടോ, ഓർത്ത് നോക്കത്തെ, ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യും കണ്ടോ. എസ് പി സിഗ്മ ബോണ്ട്. വേഗം വരാം. ലാസ്റ്റത്തെയാണ് എന്ത് വരുന്നത്? പി പി സിഗ്മ ബോണ്ട്. പി പി സിഗ്മ ബോണ്ട്. പി എന്ന് പറഞ്ഞാൽ ഇതാണ് പി ഓർബിറ്റൽ. കണ്ടോ, ഓർത്ത് നോക്കുക. അടുത്തൊരു പി ഓർബിറ്റൽ വരും. ഇത് കണ്ടോ, പി പി സിഗ്മ ബോണ്ട്. കണ്ടോ, ഇതാണ്. ഇത് കണ്ടോ, ഈ ജംഗ്ഷൻ കണ്ടോ, ഓർത്ത് നോക്കുക, ഓവർലാപ്പ് ചെയ്ത്. ഇത് നമ്മൾ കാണുന്ന പോലെ അല്ല, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് തന്നെയാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ സിഗ്മ ബോണ്ടിന്റെ ഡെഫിനിഷൻ എഴുതി, ഇതിന്റെ ഇത്രയും കാറ്റഗറി എഴുതി. അടുത്ത ഹെഡിങ് എന്തായിരിക്കും? പൈ ബോണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. നെക്സ്റ്റ് പൈ ബോണ്ട്. സിഗ്മ ബോണ്ട് കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നതാണ് പൈ ബോണ്ട്. നെക്സ്റ്റ് ഹെഡിങ് പൈ ബോണ്ട്. പൈ ബോണ്ട്. പൈ ബോണ്ടിന്റെ ഡെഫിനിഷൻ എഴുതി വെക്കാം. The atomic orbital overlap. The atomic orbitals overlap in such a way that atomic orbitals overlap in such a way that their axis remain parallel to each other in such a way that their axis remain parallel to each other and perpendicular to the internuclear axis. Perpendicular to the internuclear axis. Perpendicular to the internuclear axis. Parallel to each other and perpendicular to the internuclear axis. അപ്പോ ഇവിടെ പൈ ബോണ്ട് ആണ്. ആ പൈ ബോണ്ട് അല്ലെ, ഒരു ടൈപ്പ് ആണ്. പി പി പൈ ബോണ്ട് ആണ് ആക്ച്വലി വരുന്നത്. അപ്പോ പൈ എന്ന് പറയുന്നത് ഇതുണ്ടോ, ഇതാണ് പി ഓർബിറ്റൽ. ഇത് പെർപെൻഡിക്കുലർ കണ്ടോ, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി ഇതിന് പാരലൽ ആയിട്ടാണ് വരക്കേണ്ടത്. ഇത് ഫസ്റ്റ് പി ഓർബിറ്റൽ. ഇത് കണ്ടോ, സെക്കൻഡ് പി ഓർബിറ്റൽ എങ്ങനെയാ ഓവർലാപ്പ് ചെയ്യുന്നത്? ഇത് കണ്ടോ, രണ്ട് പി ആണ് ആക്ച്വലി. ഇതിങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ വന്ന് ജോയിൻ ചെയ്യും. കണ്ടോ, ഓർത്ത് നോക്കാം. ഇതാണ് പൈ ബോണ്ട്. വേഗം വരച്ചോ കേട്ടോ, ഓർത്ത് നോക്കാം. പൈ ബോണ്ട് parallel or perpendicular to each other. Parallel or perpendicular to each other. PP bond കേട്ടോ, ഓർത്ത് നോക്കാം. PP പൈ ബോണ്ട്. ഇത് രണ്ട് പിക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലെ, എസ് പി അങ്ങനെയൊന്നും പറ്റത്തില്ല. പൈ ബോണ്ട് വരണമെങ്കിൽ പി വേണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ സിഗ്മ ബോണ്ട് രണ്ട് പികൾ തമ്മിലാണ് ആക്ച്വലി വരുന്നത്. വേറെ പി പൈ ഡി പൈ ബോണ്ടുകൾ ഉണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് പി പൈ മാത്രമേ ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഇതില് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്നത്
സിഗ്മ ബോണ്ട് ഓർ പൈ ബോണ്ട് വിച്ച് ഈസ് സ്ട്രോങ്ങർ ആൻഡ് വൈ? ഇതാണ് ചോദ്യം. അതിന്റെ പോയിന്റ് ആണ് അടുത്ത ഒരു സ്റ്റാർ ഇട്ടിട്ട് നോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാൻ പോകുന്ന പോയിന്റ്. ഈ രണ്ടിലും എഴുതി. അപ്പൊ നമ്മൾ എന്തൊക്കെ എഴുതിയേക്കുന്നത് നോക്കി. ഓർബിറ്റൽ ഓവർലാപ്പിംഗ്. ഓർബിറ്റൽ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് വരുന്നത് പാർഷ്യൽ എന്താണ്? മെർജിങ് അല്ലെ? പാർഷ്യൽ ആയിട്ട് മെർജ് ആണ് ആക്ച്വലി വരുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാർഷ്യൽ മെർജിങ് ആണ് എന്ത് അല്ലെ? ഓവർലാപ്പ് എന്ന് പറയുന്നത് പാർഷ്യൽ മെർജിങ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പറഞ്ഞ പോയിന്റ് ആണ് അതിൽ തന്നെ സിഗ്മ ബോണ്ട് ഏതൊക്കെയുണ്ട്? എസ് പി, പി പി, പിന്നെ എന്തായിരുന്നു? എസ് പി അല്ലെ? ഓർത്ത് നോക്കാം 3 കാറ്റഗറി വരുന്നു. അത് കഴിഞ്ഞ് പൈ ബോണ്ടില് പാരലൽ ഓവർലാപ്പിംഗ് കേട്ടോ. ഓർത്ത് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് കേട്ടോ. അടുത്ത ലൈനിൽ നോട്ടായിട്ട് എഴുതി വെച്ചിട്ട് ഒന്ന് എഴുതി വെച്ചേ. സിഗ്മ ബോണ്ട്, സിഗ്മ ബോണ്ട്, sigma bond stronger than that of the pi bond. Sigma bond stronger than that of the pi bond. Sigma bond stronger than that of the pi bond. This full stop. This is because sigma bond, this is because sigma bond overlapping of orbital, sigma bond overlapping, sigma bond overlapping of orbitals take place to a large extent, to a large extent. അപ്പോൾ ഓവർലാപ്പിംഗ് ചെയ്യുന്നത് അവിടെ എന്തായിരിക്കും? ലാർജ് എക്സ്റ്റെന്റ് ആയിരിക്കും. ലാർജ് എക്സ്റ്റെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് വളരെ ക്ലിയർ ആയിട്ട് അല്ലെ? അപ്പോൾ അതെ, ഇത് ഓർത്ത് നോക്ക്. ഇത് പി ആണ്. ഈ ഹാൻഡ് എന്ന് പറയുന്നത് പി ആണ്. പി ബോണ്ട്. പിയുടെ എന്താ? ഡംബൽ ഷേപ്പ് ഇരിക്കുന്നതാണ്. ഇതും ഡംബലാണ്. ഇത് നോക്ക്. ഇത് 2 ഡംബലാണെന്ന് വിചാരിക്കാം. ഇത് എങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നു എന്ന് കാണിക്കാം. ഇത് സിഗ്മ ബോണ്ട് ആണെങ്കിൽ ഇത് ഇങ്ങനെയാ പിടിക്കുന്നത് കണ്ടോ? നോക്കിയേ, നല്ല സ്ട്രോങ് അല്ലേ? ഓർത്ത് നോക്കാം. നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് ആക്ച്വലി വരുന്നത്. ഇതിനെയാണ് സിഗ്മ ബോണ്ട്. അപ്പൊ കണ്ടോ, ഇത് പിടിച്ചേക്കുന്നത് കണ്ടോ? ഇങ്ങനെയല്ലേ പിടിച്ചത്? കണ്ടോ? ഇങ്ങനെയാണോ അല്ലെ? എങ്ങനെ പിടിച്ചാൽ ഇയാൾ പിടിച്ച് വലിച്ചുകൊണ്ട് പോകും അല്ലെ? ഓർത്ത് നോക്കി. അതിനെ കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? കണ്ടോ പിടിച്ചു. ഇനി വേറെ ആരെങ്കിലും ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വന്നാൽ സമ്മതിക്കോ? ഇല്ല. ഇത് എക്സ്റ്റെൻഡ് കണ്ടോ? കൂടുന്തോറും എന്ത് കിട്ടും? സ്ട്രെങ്ത് എന്ത് ചെയ്യും? കൂടും അല്ലെ? സ്ട്രെങ്ത് കൂടും. ഓർത്ത് നോക്കുക. ഇനി ശ്രദ്ധിക്കുക. ഇത് ഇങ്ങനെ വെറുതെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഓവർലാപ്പിംഗ് ഒന്നുമില്ല. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഹോൾഡിംഗ് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇത് എന്താണ്? പൈ ബോണ്ടാണ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നത്. പൈ ബോണ്ട് ഇവിടെ ഓർത്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് ഇതിങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എന്താണ്? ഇത് സിഗ്മ സ്ട്രോങ് ആണ്. അപ്പൊ ഇങ്ങനെയല്ല ഓവർലാപ്പ് ചെയ്യുന്നത്. സിഗ്മ ബോണ്ട് പരമാവധി കൂടുതൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ലാസ്റ്റത്തെ വേർഡും അണ്ടർലൈൻ ചെയ്തേ. എന്തുകൊണ്ടത് കൂടുതലായത്? ലാർജ് എക്സ്റ്റെന്റ് കേട്ടോ. ഓർത്ത് നോക്കുക. ഓവർലാപ്പിംഗ്, ലാർജ് എക്സ്റ്റെന്റ്. ആ വേർഡ് ഓർത്ത് നോക്കുക. സിഗ്മ ബോണ്ട് സ്ട്രോങ്ങർ. ദിസ് ഇസ് ഡ്യൂ ടു എന്താണ്? ഓവർലാപ്പിംഗ് ലാർജ് എക്സ്റ്റെന്റ്. മറക്കരുത് കേട്ടോ. ഓക്കെ. ഇനി ഇത് ഒരു പോയിന്റ് കൂടി ഉണ്ട്. നെക്സ്റ്റ് എഴുതി വെക്കുക കേട്ടോ. ഓർത്ത് നോക്കുക. നെക്സ്റ്റ് ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഓഫ് ബോണ്ട്. ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഓഫ് ബോണ്ട്. Directional properties of bond. Directional properties of bond. Directional property first bond എഴുതി വെക്കുക. The covalent bond is formed by directional properties of bond. കേട്ടോ, അവിടെ അണ്ടർലൈൻ ചെയ്യുക. The covalent bond is formed by overlapping of atomic orbitals. നേരത്തെ എഴുതിയാണ്, ഒരു പ്രാവശ്യം കൂടി എഴുതാൻ കേട്ടോ. ഓർത്ത് നോക്കാം. ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഓഫ് ബോണ്ട് അതാണ് ഹെഡിങ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് എഴുതുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. The covalent bond is formed by directional properties of bond underline ചെയ്യുക. അതിൽ ഫസ്റ്റ് പോയിന്റ് the covalent bond is formed by overlapping of atomic orbitals. ഓർത്ത് നോക്കാം.
ഇതില് പോസിറ്റീവ് ഓവർലാപ്പ് ഉണ്ട്, നെഗറ്റീവ് ഓവർലാപ്പ് ഉണ്ട്, സീറോ ഓവർലാപ്പ് ഉണ്ട്. കേട്ടോ ഓർത്ത് വെക്കാം. ഇത് അടുത്ത ആർക്കോ എക്സാമിന് ഉണ്ടായിരുന്നു. കേട്ടോ ഓർത്ത് വെക്കാം. ഓവർലാപ്പിംഗ് ഓഫ് ആറ്റമിക് ഓർബിറ്റൽസ്. ഓവർലാപ്പിംഗ് ഓഫ് ആറ്റമിക് എഴുതിയോ? ഇനി ഇതിന്റെ താഴെ നമുക്ക് പോസിറ്റീവ് ഓവർലാപ്പിംഗ് ഉണ്ട്, നെഗറ്റീവ് ഓവർലാപ്പിംഗ് ഉണ്ട്, സീറോ ഓവർലാപ്പിംഗ് ഉണ്ട്. അതിന്റെ പിക്ചർ ആണ് വരക്കണേ. ഒന്ന് ഹെഡിങ് എഴുതി വെക്കുക. പോസിറ്റീവ് ഓർ ഇൻ ഫേസ് ഓവർലാപ്പിംഗ്. പോസിറ്റീവ് ഓർ ഇൻ ഫേസ് ഓവർലാപ്പിംഗ്. കേട്ടോ. അപ്പൊ ഇതിന്റെ അണ്ടറിൽ വരുന്ന സബ് പോയിന്റ് ആണ് കേട്ടോ. പോസിറ്റീവ് ഓർ ഇൻ ഫേസ് ഓവർലാപ്പിംഗ് പിക്ചർ ആണ് അത് വരക്കുന്നത് കേട്ടോ. പോസിറ്റീവ് ഓർ ഇൻ ഫേസ് ഓവർലാപ്പിംഗ്. പോസിറ്റീവ് ഓർ ഇൻ ഫേസ് ഓവർലാപ്പിംഗ്. പോസിറ്റീവ് ഓർ ഇൻ ഫേസ് ഓവർലാപ്പിംഗ്. നമ്മൾ നേരത്തെ വരച്ചേക്കുന്ന പിക്ചർ വരച്ചിട്ടാണ് ആക്ച്വലി വരുന്നത്. നമുക്കറിയാം ഏതൊക്കെ ആക്സസ് ഉണ്ട് 3D പറയുമ്പോ. ഡൗട്ട് ഒന്നുമില്ലോ. നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആക്ച്വലി വരുന്നത്. അപ്പോ ഇവിടെ നമ്മൾ പോസിറ്റീവ് ഓവർലാപ്പിംഗിൽ ആദ്യത്തെ കൺസേൺ ആയിട്ട് വരുന്ന സമയത്ത് ഒരു പിക്ചർ ആയിട്ട് കൊടുക്കുന്നത് ഇത് ഈ പിക്ചർ ആണ് ആക്ച്വലി വരുന്നത്. ഇതൊരു പ്ലസ് ആയിരിക്കും, ഇതും ഒരു പ്ലസ് ആയിരിക്കും, ഇതൊരു മൈനസ് ആയിരിക്കും. പ്ലസ് പ്ലസ് അങ്ങനെ ഓവർലാപ്പ് വന്നാൽ അതിനെന്ത് വിളിക്കും? പോസിറ്റീവ് ഓവർലാപ്പിംഗ്. ഇത് പ്ലസ്, ഇതിന് ഈ ലോബിൽ രണ്ടെണ്ണം ഉണ്ടാവും. ഒരെണ്ണം പ്ലസും ഒരെണ്ണം എന്തായിരിക്കും? മൈനസ്. എസ് എപ്പോഴും പ്ലസ് ആയിരിക്കും. അപ്പൊ പ്ലസ് പ്ലസ് ഓവർലാപ്പിംഗ് വരുന്നത്. താഴെയും ഇവിടെ പ്ലസ് ആയിരിക്കും, ഇവിടെയും പ്ലസ് ആയിരിക്കും. അപ്പൊ അത് പോസിറ്റീവ്. ഇത് മൈനസ്, ഇത് മൈനസ്. കേട്ടോ ഓർത്ത് നോക്കാം. പോസിറ്റീവ് ഓവർലാപ്പിംഗ് 2 പിക്ചർ വേഗം വരച്ചോ. കേട്ടോ ഓർത്ത് നോക്കാം. ഒരെണ്ണം കൂടി ഉണ്ട് നമുക്ക്. 1, 2, 3 എണ്ണം. കേട്ടോ ഓർത്ത് നോക്കാം. മൂന്ന് പിക്ചേഴ്സ് ആണ് കേട്ടോ. അടുത്ത പിക്ചർ വരക്കുമ്പോഴും ഇത് പ്ലസ് ആയിരിക്കും, ഇതും പ്ലസ് ആയിരിക്കും, ഇത് മൈനസ്, ഇത് മൈനസ്. കേട്ടോ. അപ്പൊ ഈ ലോബ് വെച്ചിട്ടാണ് ഈ കൊണ്ടുപോകുന്നത്. കേട്ടോ ഓർത്ത് നോക്കാം. ഈ ഒരു ആക്സസിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഒരേ ആക്സസ് ആണ്. അപ്പൊ അതില് എന്തുവരും അല്ലെ? ഒരേ പോസിറ്റീവ് ലോബ്സും മൈനസ് ലോബ്സും. അപ്പൊ പോസിറ്റീവിന് 3 ടൈപ്പാണ് ആക്ച്വലി വരുന്നത്. ഇനി ഇത് തന്നെ ഒന്ന് ചരിച്ചൊക്കെ ഇടാം അല്ലെ? ഇതെന്താ ആക്സസ് ആയിരിക്കും? എക്സ്, വൈ, സെഡ്. കേട്ടോ. അപ്പൊ അത് വെക്കാം. അപ്പൊ ഇതുപോലെ അപ്പൊ എങ്ങനെയാ നമ്മൾ തിരിച്ചറിഞ്ഞ പോസിറ്റീവ് എന്ന് പറഞ്ഞേ? കാണുമ്പോ കണ്ടോ? പ്ലസ് 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 അങ്ങനെയാ വരുന്നത്. അതാണ് പോസിറ്റീവ്. 3 വരക്കണം. പോസിറ്റീവ് ഓവർലാപ്പിംഗ്. കേട്ടോ. ഈ 3 പിക്ചർ വരക്കണം. പോസിറ്റീവ് ഓവർലാപ്പിംഗ്. അപ്പൊ ഏതെങ്കിലും ഒരു ഓവർലാപ്പിംഗ് തരുമ്പോ പ്ലസ് പ്ലസ് വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? പോസിറ്റീവ് ആണ്. കേട്ടോ. ഈ പിക്ചർ വേഗം വരച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൽ തന്നെ അടുത്ത് നിങ്ങൾ വരപ്പിക്കാൻ വേണ്ടിയിട്ട്. 3 വരച്ചോ? മറ്റേ ഇത് വരച്ചില്ല. ഓക്കെ അവിടെ കിട്ടി. എല്ലാവരും വരച്ചോ? എല്ലാവരും കഴിഞ്ഞിട്ട് വേണം അടുത്ത ഇതിൽ വരാം. പ്ലസ് കാണണം കേട്ടോ. പ്ലസ് കാണണം. വരച്ചു കഴിഞ്ഞോ? ഇനി നെക്സ്റ്റ് നെഗറ്റീവ് ഓവർലാപ്പിംഗ്. എനിക്ക് ഇവിടെ ദൂരമല്ലേ, കുഴപ്പമില്ല, കുറച്ചുകൂടി വലുതാക്കി. നെഗറ്റീവ് ഓവർലാപ്പിംഗ്. നെക്സ്റ്റ് നെഗറ്റീവ് ഓർ ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിംഗ്. നെഗറ്റീവ് ഓർ ഔട്ട് ഫേസ് ഓവർലാപ്പിംഗ്. നെഗറ്റീവ് ഓർ ഔട്ട് ഫേസ് ഓവർലാപ്പിംഗ്. നെഗറ്റീവ് ഓർ ഔട്ട് ഫേസ് ഓവർലാപ്പിംഗ്. ഇത് ചെയ്യുന്ന മെത്തേഡ് നോക്കുക കേട്ടോ. അപ്പൊ അടുത്തതിൽ വരക്കണ സമയത്ത് ഇവിടെ ഇത്രയുള്ളൂ, പ്ലസും മൈനസും വരും. നെഗറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പ്ലസ് ആണെങ്കിൽ മറ്റേത് മൈനസ് ആയിരിക്കും. ഇത് കണ്ടോ? ഇത് പ്ലസും മൈനസും, മൈനസും പ്ലസും. ഇനി ഇവിടെ എങ്ങനെ വരക്കും? അപ്പൊ ഞാൻ ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. ഇനി ഇതിലെങ്ങനെ വരക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങള് ഒരെണ്ണം പ്ലസ്, ഒരെണ്ണം മൈനസ് അല്ലെ? ഓർത്ത് നോക്കാം. അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് മൈനസ് ആക്കി, ഇതിനെ പ്ലസ് ആക്കി. കണ്ടോ? ഇവിടെ വരുന്ന പ്ലസ് മൈനസ്. അങ്ങനെ ഓവർലാപ്പ് വന്നാൽ അതെന്തായിരിക്കും? നെഗറ്റീവ് ഓവർലാപ്പിംഗ്. വേഗം വരച്ചു നോക്കണ്ടോ?
ഇത് ആർക്കാ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരുന്നേ? ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. കേവിക്കായിരുന്നോ? ക്വസ്റ്റ്യൻ പേപ്പറിൽ വിത്ത് പിക്ചറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇങ്ങനെ വരുള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം, വേറെ ഇല്ല. കണ്ടിന്യൂഷൻ ആയിട്ട് പോകില്ല, ഇത് അവിടെ തീരും കേട്ടോ. താൻ ചോദിച്ചാൽ മനസ്സിലായി. ഇത് കഴിഞ്ഞ് പ്ലസ് ഇവിടെ നിന്ന് ഇപ്പുറത്ത് അങ്ങനെ വരില്ല കേട്ടോ. ഇത് ഉത്തരവ് ഉള്ളൂ, ഇവിടെ തീർന്നു. കുറെ ആറ്റം വരുമ്പോ ഇത് ഉണ്ടാവില്ലല്ലോ, ഹൈബ്രിഡൈസേഷൻ വരും. അപ്പൊ ലോബല്ലേ മോനെ. ഇനി സീറോ ഓവർലാപ്പിംഗ്. അടുത്തത് സീറോ ഓവർലാപ്പിംഗ്. സീറോ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നടക്കാത്തത് അല്ലെ, ഓർത്ത് വെക്കാം. സീറോ ഓവർലാപ്പിംഗ് വരുന്നത് ദേ ഇവിടെ നോക്കി കേട്ടോ. ഇത് പി ആണ്, ഇത് എസ് ആണ്. ഇങ്ങനെ ഇവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യില്ല. ഇത് എന്താണ്? സീറോ ആണ്. ഓവർലാപ്പിംഗ് ഉണ്ടാവില്ല അത് കേട്ടോ, സീറോ. നമുക്ക് ആലോചിച്ചാൽ മതി. ഇങ്ങനെ ഈ സൈഡിൽ ഒന്നും ഓവർലാപ്പ് ചെയ്യില്ല കേട്ടോ, ഓർത്ത് നോക്കാം. അത് സീറോ ഓവർലാപ്പിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഓവർലാപ്പിംഗ് നടക്കോ? ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇത് കണ്ടോ, ഇത് ഒരേ ആക്സസിലായിരിക്കും. ഇത് പി എക്സ് ആണെങ്കിൽ എന്തായിരിക്കും? പി വൈ. ഇത് പി വൈ ആണെങ്കിൽ എന്തായിരിക്കും? ഇതും പി വൈ. അപ്പൊ പൈ ബോണ്ട് വരുമ്പോ അങ്ങനെയാ വരുന്നത്. ഇനി അവർ ചോദിക്കണേ, ഇത് നേരെ ഇങ്ങനെ നിൽക്കും, പി എക്സ് പി എക്സ്, അടുത്ത് പി വൈ, അങ്ങനെ ഒന്നും ഓവർലാപ്പിംഗ് വരുമോ? ഇല്ല. മനസ്സിലായി? പി എക്സും വരും, പി വൈയും വരും അല്ലെ, അങ്ങനെയൊക്കെ വരുള്ളൂ. അല്ലാതെ ഒരെണ്ണം പി എക്സ് ഒരെണ്ണം ഇസഡ് അങ്ങനെ ഓവർലാപ്പിംഗ് ഉണ്ടാവില്ല. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോ പി എക്സ് അതുപോലെ പി വൈ കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ ഒരു ഓവർലാപ്പിംഗ് ഇല്ല എന്നാണ് അവര് മെൻഷൻ ചെയ്തേക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഇതൊന്നും എഴുതി വെച്ചു കേട്ടോ, സീറോ ഓവർലാപ്പിംഗ്. ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി, കുഴപ്പമില്ല കേട്ടോ, ഓർത്ത് നോക്കാം. സീറോ ഓവർലാപ്പിംഗ്. പി എക്സിന്റെയും പി വൈയുടെയും അവർ കാണിച്ചിട്ടുണ്ടാവും. നമ്മൾ വേണമെങ്കിൽ വരച്ചോ. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഓവർലാപ്പിംഗ് അത് വരുമോ? കേട്ടോ, ഇല്ല. സീറോ ഓവർലാപ്പിംഗ്, സീറോ ഓവർലാപ്പിംഗ് കേട്ടോ, ഓർത്ത് വെക്കാം. ഇത് പി എക്സ് ആണെങ്കിൽ ഇത് പി വൈ പറ്റില്ല കേട്ടോ, ഓർത്ത് വെക്കാം. സീറോ എന്ന് പറഞ്ഞാൽ ഓവർലാപ്പിംഗ് അവിടെ ഇല്ല എന്നാണ് കേട്ടോ മീനിങ് ആയിട്ട് വരുന്നത്. സ്കൂളിൽ ഈ പോർഷനൊക്കെ എത്തിയോ? ഫോർത്ത് ചാപ്റ്റർ എത്ര പേർക്ക് തുടങ്ങി? എവിടം വരെ എടുത്തു? ഷേപ്പ്, VSCPR തിയറി കിട്ടുന്നുണ്ടോ? എന്നിട്ട് സ്കൂളിൽ എടുക്കുമ്പോൾ ഷേപ്പ് ഏതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? ലീനിയർ, ട്രയാങ്കിൾ പ്ലാനർ, ടെട്രാഹെഡ്രൽ, ട്രയാങ്കിൾ ബൈപിരമിഡ്, ഒക്ടാഹെഡ്രൽ. എക്സാമ്പിൾസ് കിട്ടോ? ലീനിയറിന് BF3, CH4, PCl5, SF6 കേട്ടോ, ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ലോൺ പെയറും ബോണ്ട് പെയറും വരുമ്പോ അല്ലേ ഏതൊക്കെയായിരുന്നു എക്സാമ്പിൾ? ലോൺ പെയർ, ബോണ്ട് പെയർ. 1 ലോൺ പെയർ ആൻഡ് 2 ബോണ്ട് പെയർ. 1 ലോൺ പെയർ ആൻഡ് 2 ബോണ്ട് പെയർ, SO2. ഷേപ്പ് ബെൻഡ്. 2 ലോൺ പെയർ ആൻഡ് 2 ബോണ്ട് പെയർ, H2O. ഷേപ്പ് ബെൻഡ്. 1 lone pair and 3 bond pair. Example NH3. Shape of pyramidal. പഠിക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ വായിച്ചു നോക്കണം കേട്ടോ. ഈ ചാപ്റ്ററിന്റെ വലിയ ലെങ്തി ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഇത്രയും ഇത് വരുമ്പോ ചാപ്റ്റർ ലെങ്തി ആണ്. ഇടക്കൊന്നും മറച്ചു നോക്കിയില്ലെങ്കിൽ ആ ത്രെഡ് പോകും കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹെഡിങ് എഴുതി നോക്കാം. VBT, വാലൻസ് ബോണ്ട് തിയറി. നെക്സ്റ്റ് ഹെഡിങ് വാലൻസ് ബോണ്ട് തിയറി. നെക്സ്റ്റ് ഹെഡിങ് വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറി.
കേട്ടോ. വാലൻസ് ബോണ്ട് തിയറിയുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനിഷൻ ആണ് ഫസ്റ്റ് നമ്മൾ എഴുതുന്നത്. എന്നിട്ട് എന്താന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഓർത്ത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം കേട്ടോ. The valence bond theory is based on the VBT കേട്ടോ. വാലൻസ് ബോണ്ട് തിയറി ബ്രാക്കറ്റിൽ VBT എന്ന് മെൻഷൻ ചെയ്യാം. എന്നിട്ട് എഴുതി വെക്കുക. The valence bond theory is based on the knowledge of atomic orbitals comma electronic configuration of elements comma the overlapping criteria of atomic orbital the overlapping criteria of atomic orbitals comma the hybridization of atomic orbitals and the principle of variation and superposition. So the hybridization of Atomic orbitals and the principle of variation and superposition. Principle of variation and superposition. VBT നമ്മൾ VSEPR തിയറി കഴിയുമ്പോഴാണ് ശരിക്കും VBTയിലേക്ക് വരുന്നത്. VSEPR തിയറിയുടെ പർപ്പസ് പറഞ്ഞു. എന്താണ്? ഒരു മോളിക്യൂളിന് നല്ല ഭംഗിയായിട്ടുള്ള ഷേപ്പ് ഉണ്ടാകുന്നുണ്ട്. ആ ഷേപ്പിന് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. അതിൽ വാലൻസ് ഇലക്ട്രോൺസുകൾ ഉണ്ടാവും. ആ ഇലക്ട്രോൺസുകൾ തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യുമ്പോൾ മിനിമൈസ് റിപ്പൽഷൻ, നമ്മൾ എന്താ പറഞ്ഞേ? മാക്സിമൈസ് ഡിസ്റ്റൻസ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് അല്ലെ, ഒരു BeF2 ബെർലിയം അല്ലെ, ബെർലിയം സെൻട്രലിൽ നിൽക്കുന്നു അല്ലെ, F2 എന്റെ ഷേപ്പ് എന്തായിരുന്നു? BF2 എങ്ങനെ കിട്ടി? അതാണ് ചോദ്യം. എന്താ അങ്ങനെ എടുക്കണ? അടുപ്പിച്ച് വെക്കാറുന്നല്ലേ? എന്തുകൊണ്ട്? അതാ ചോദ്യം. എന്തായിരുന്നു? റിപ്പൽഷൻ. എന്തായിരുന്നു? അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. സോഷ്യൽ ഡിസ്റ്റൻസ് ആണ്. എന്താന്ന് പറഞ്ഞേ? സോഷ്യൽ ഡിസ്റ്റൻസ്. അതെന്താ സാധനം? അല്ല, കോവിഡ് ആയതുകൊണ്ടാണ്. അപ്പൊ ഇവർക്ക് കോവിഡ് വന്നു ഞാൻ പിടിച്ചു കേട്ടോ. ഓർത്ത് നോക്കാം. എന്തായിരുന്നു അവർ പറഞ്ഞു? ബാക്കിലുള്ളവര് ചോദിച്ച ആള് തന്നെ പറഞ്ഞു. എന്താണെന്ന് ഉറക്കനെ പറഞ്ഞു കൊടുത്തേ. ഉറക്കനെ പറഞ്ഞാളൂ. ശരിയായിരുന്നു. കാരണമല്ലേ അറിയണ്ടേ? അല്ല പിന്നെ നോക്കാം. BF2 അല്ലെ, BF2 അതിന്റെ ഷേപ്പ് ലീനിയർ ആണ് അല്ലെ. അങ്ങനെ ഒരു മോളിക്യൂൾ ഉണ്ട്. ആ മോളിക്യൂളിന്റെ ഷേപ്പ് ലീനിയർ ആണ്. അതിൽ തിയററ്റിക്കലി ആയിട്ട് പറയുന്ന കാരണം ഇയാൾക്ക് കൂടി ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എന്താണ് ആക്ച്വലി? റിപ്പൽ ചെയ്യും. ഉണ്ടോ? ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺ പേഴ്സുകളാണ് ആക്ച്വലി വരുന്നത് അല്ലെ. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യും? നെഗറ്റീവ് വന്നാൽ പോസിറ്റീവാ. നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും അല്ലെ. ഓർത്ത് വെക്കാം. നെഗറ്റീവ് വന്നാൽ റിപ്പൽ ചെയ്യും കേട്ടോ. ഓർത്ത് വെക്കാം. അത് എന്താണ്? മൾട്ടിപ്ലിക്കേഷനിൽ അല്ലെ, മാക്സ് ആണ് ആക്ച്വലി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവര് റിപ്പൽ ചെയ്യുമ്പോൾ മിനിമൈസ് റിപ്പൽഷൻ, മാക്സിമൈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതാണ് റൂള്. അപ്പോ ഇതില് ടോട്ടൽ എത്രയാണ്? 360 എടുത്തു കഴിഞ്ഞാൽ അല്ലെ, ടോട്ടൽ എത്രയാ? 360. അപ്പൊ 360 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 180. അതാണ് ഈ 180. കണ്ടോ? ഓർത്തോ, ഇത് 180, ഇത് 180. അങ്ങനെയാണ് ഷേപ്പുകൾ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പുള്ള അല്ലെ, അടുത്ത ട്രയഗണൽ പ്ലാനർ അങ്ങനെയുള്ള ഷേപ്പുകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ സയന്റിസ്റ്റ് ഈ ഒരു റിപ്പൾഷൻ മാത്രമല്ല, അതിന്റെ മുഴുവൻ കാര്യങ്ങൾ നോക്കി, ഫുൾ കാര്യങ്ങൾ നോക്കി ക്ലിയർ ചെയ്ത് അത് കൊണ്ടുവന്നു. ആ ഒരു കൺസെപ്റ്റിൽ പറഞ്ഞാണ് ഇയാൾ പറഞ്ഞു റിപ്പൾഷൻ മാത്രമല്ല അട്രാക്ഷൻ ഉണ്ട്. ഇവിടെ ആരൊക്കെ നമ്മൾ അട്രാക്ഷൻ?
അല്ലെ? ഇവിടത്തെ ഫ്ലൂറിന്റെ ഇലക്ട്രോണും ഇതിന്റെ ഇലക്ട്രോണും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ഷൻ. അപ്പൊ ഈ സയന്റിസ്റ്റ് എടുത്തേക്കുന്ന കാര്യം അട്രാക്ഷൻ, റിപ്പൽഷൻ, അത് മാത്രമല്ല ഏതൊക്കെ എടുത്തു എന്ന് വായിച്ചു നോക്കിയേ. PPT ബേസ്ഡ് ഓൺ ദി എന്തൊക്കെ എടുത്തു? ക്രൈറ്റീരിയ ഓഫ് നോളജ് ഓഫ് ആറ്റമിക് ഓർബിറ്റൽ, പിന്നെന്തൊക്കെ എടുത്തു? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഓവർലാപ്പിംഗ് ക്രൈറ്റീരിയ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഈ സയന്റിസ്റ്റ് അത് അപ്ലൈ ചെയ്തത്. മറ്റാള് റിപ്പൽഷൻ മാത്രമേ പറഞ്ഞുള്ളൂ അല്ലെ? ഇതെന്തൊക്കെ പറഞ്ഞു അല്ലെ? റിപ്പൽഷനും അതുപോലെ തന്നെ അതിന്റെ അട്രാക്ഷനും എല്ലാം പറഞ്ഞിട്ടാണ് അതിന്റെ ഒരു മോളിക്യൂളിന്റെ ടോട്ടൽ സ്റ്റെബിലിറ്റി ഒക്കെ മെൻഷൻ ചെയ്തത്. നമുക്ക് ഇതിലധികം പഠിക്കാനില്ല, ഇതിൽ ഒരാളെ പഠിക്കാനുള്ളൂ. ഹൈഡ്രജൻ H2 ഇല്ലേ? H2 മോളിക്യൂൾ എങ്ങനെയാണ് VBTയിൽ അപ്ലൈ ചെയ്യുന്നതാണെന്നാണ് എക്സാമ്പിൾ മാത്രമേ നമുക്ക് ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതിനാണ് നമ്മൾ പറയുന്നത് താഴെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞെഴുതാം. എക്സാമ്പിൾ ഹൈഫൺ ഹൈഡ്രജൻ മോളിക്യൂൾ, ഹൈഡ്രജൻ മോളിക്യൂൾ H2. എക്സാമ്പിൾ ഹൈഡ്രജൻ മോളിക്യൂൾ H2. എന്നിട്ട് എഴുതി വെക്കുക, കൺസിഡർ 2 ഹൈഡ്രജൻ ആറ്റം A and B. കൺസിഡർ 2 ഹൈഡ്രജൻ ആറ്റം A and B. കൺസിഡർ 2 ഹൈഡ്രജൻ ആറ്റം A and B. ഇവിടെ ഓർത്ത് നോക്കാം, നമ്മൾ ഹൈഡ്രജൻ ആറ്റം ആണ് അല്ലെ? ഓർത്ത് നോക്കാം, അത് ഒരു ഹൈഡ്രജന് A എന്നും മറ്റേ ഹൈഡ്രജൻ എന്ന് കൊടുത്തു B അല്ലെ? ഇപ്പൊ നമുക്ക് ഇയാളെ A, മറ്റേ B, ഇയാളെ C, D അങ്ങനെയൊക്കെ കൊടുക്കാമല്ലോ അല്ലെ? അസൈൻ ചെയ്യാം. അതുപോലെ അതിനൊരു പേര് കൊടുത്തു എന്നുള്ളൂ. 2 ഹൈഡ്രജൻ ആറ്റം കൺസിഡർ ചെയ്തിട്ട് ആ മോളിക്യൂള് ഉണ്ടായത് എങ്ങനെയാണെന്ന് പറയാണ് ആക്ച്വലി കേട്ടോ, ഓർത്ത് നോക്കാം. എക്സാമ്പിളില് VBTയുടെ എക്സാമ്പിളിൽ വരുന്ന ഒരു പിക്ചറാണ്. ആ പിക്ചർ വരച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാം. H2 ഇതാണ് മോളിക്യൂൾ അല്ലെ? 2 ഹൈഡ്രജൻസ് ജോയിൻ ചെയ്യുമ്പോഴാണ് H2 ഉണ്ടാകുന്നത്. അങ്ങനെ H എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ അല്ലേ? അതിൽ ആദ്യത്തെ ഹൈഡ്രജൻ ഇയാൾക്ക് എന്താ കൊടുത്തേ? ഹൈഡ്രജൻ A എന്നും, അടുത്ത ഹൈഡ്രജൻ എന്ത് കൊടുത്തു? ഹൈഡ്രജൻ B അല്ലെ? ഓർത്ത് നോക്കാം, ഹൈഡ്രജൻ B. അപ്പോ ഈ ഹൈഡ്രജൻ A എന്ന് പറഞ്ഞാൽ അതിനൊരു ന്യൂക്ലിയസ് ഉണ്ടാവില്ലേ? ന്യൂക്ലിയസ് ഇതാണ് ഈ ഹൈഡ്രജന്റെ ന്യൂക്ലിയസ്. ഇത് നോക്കി, ഹൈഡ്രജന്റെ ന്യൂക്ലിയസ്. ഇതിനവർ കൊടുക്കുന്നത് Na, ന്യൂക്ലിയസ് ഓഫ് A ഹൈഡ്രജൻ എന്നാണ് അതിന്റെ മെയിൻ. ന്യൂക്ലിയസ് ഓഫ് A ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? എത്ര ഇലക്ട്രോൺ ഉണ്ട് ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റ്? ഉറപ്പ് തന്നെയല്ലേ അല്ലേ? ഓർത്ത് നോക്കുക, ഒരു ഇലക്ട്രോൺ ഉള്ളു അല്ല? അതാണ് അതിന്റെ ഉള്ളത്. നോക്കി, ഇത് സ്വന്തം ഇലക്ട്രോൺ ആണ് കേട്ടോ, ഓർത്ത് നോക്കുക. EA, ഈ ഇലക്ട്രോൺ EA, ഇത് ഹൈഡ്രജൻ Na, ഇത് EA അല്ലെ? ഓർത്ത് നോക്കുക. അപ്പോ ഇതാണ് ആ ഹൈഡ്രജന്റെ ഇലക്ട്രോൺസുകളായിട്ട് വന്നേക്കുന്നത്. ഇവര് തമ്മിൽ ഉണ്ടോ നല്ല ഭംഗിയായിട്ടൊരു ബോണ്ടൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഇങ്ങനെ ഓർത്ത് നോക്കുക. ഈ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കില്ലേ? ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കറങ്ങാണ് ആക്ച്വലി. ഇനി നോക്കുക, HB എന്ന് പറയുമ്പോ നമുക്ക് അടുത്ത കളറിൽ കൊടുക്കാം. ഇതിനെ നമ്മൾ എന്ത് കൊടുക്കും? എന്താ കൊടുക്കുക പറഞ്ഞോ? NB അല്ലെ? ഓർത്ത് നോക്കുക, NB. ഇതിന്റെ ഇലക്ട്രോണിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഇതാണ് ഒരു ഇലക്ട്രോൺ, എന്തായിരിക്കും? EB അല്ലെ? ഓർത്ത് നോക്കുക. EB ഇങ്ങനെ ഇരിക്കുന്ന ഇത് ഇതുപോലെ ഇങ്ങനെ കിടന്ന് കറങ്ങാമെന്ന് മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾക്ക് ഏകദേശം ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമല്ലോ, ഓർത്ത് നോക്കാം, കാണാൻ പറ്റുമല്ലോ. ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇതിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഏതാണ്, റിപ്പൽസീവ് ഫോഴ്സ് ഏതാണ്? അതാണ് ഗെയിമായിട്ട് വരുന്നത്. നമുക്കറിയാം ഈ NA എന്ത് ചെയ്യും അല്ലെ? പോസിറ്റീവ് നെഗറ്റീവ് അവരെന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ വേറെ അട്രാക്ഷൻ ഉണ്ട്, എന്തായിരിക്കും? NB EBനെ അട്രാക്ട് ചെയ്യും. ശരിയല്ലേ? NB എന്തിനെ അട്രാക്ട് ചെയ്യും? EBനെ അട്രാക്ട് ചെയ്യും. ഇനി ഇതില് വേറെ അട്രാക്ഷൻ ഉണ്ട്, അതേതായിരിക്കും? NAനെ EB അട്രാക്ട് ചെയ്യും, അതുപോലെ NBനെ EBയും അട്രാക്ട് ചെയ്യും. അപ്പൊ എത്ര അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്? 4 അട്രാക്റ്റീവ് ഫോഴ്സ് വരും. ഇനി റിപ്പൾസീവ് ഫോഴ്സ് ഏതൊക്കെയായിരിക്കും? അല്ല, ഇത്ര അട്രാക്ഷൻ ഉണ്ട്, ഇത് അടുത്തോട്ട് വരും. പക്ഷെ അവിടെ തന്നെ NA NB റിപ്പൾഷൻ ആയിരിക്കും. പിന്നെ എന്ത് വരും? EA
ഇ ബി. അതാണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഡോട്ടർ ലൈൻ ഞാൻ ഉണ്ടാക്കിയ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ പല ആൾക്കാരും ഇതും അതൊക്കെ കൂടി മിക്സ് ആയി പോകും. അപ്പോൾ ഈ ഡോട്ടർ ലൈൻ ഞാൻ ഉണ്ടാക്കിയതാണ്, ഇങ്ങനെ വരച്ചേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് മാത്രം വരക്കുക. എന്നിട്ട് അട്രാക്റ്റീവ് ഫോഴ്സ് ഇതിങ്ങനെ കാണിക്കുന്നില്ല, കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഡൗട്ട് വരും. അപ്പൊ ഇതിന്റെ താഴെ എഴുതാൻ പോകുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് വരച്ചു വെച്ചേ. ഇതുപോലെ വരക്കണം കേട്ടോ. എന്നിട്ട് അട്രാക്റ്റീവ് ഫോഴ്സിന്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എഴുതണം. സ്കൂളിൽ വരുമ്പോൾ ഈ ഡോട്ടർ ലൈൻ അവർ കൊടുക്കൂല കേട്ടോ. അവര് ഇതിനെ ഇങ്ങനെ വരക്കും, ഇതിനെയും ഇങ്ങനെ വരക്കും കേട്ടോ, ഓർത്ത് നോക്കാം. അല്ല, അവര് ഇത് മാത്രം വരക്കും, ഇത് ഇങ്ങനെ വരക്കും. അപ്പൊ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടില്ല ഇത് ആരാണ് ആറ്റം എന്നുള്ളത് കേട്ടോ, ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ അതാണ്. പക്ഷെ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ആരൊക്കെ തമ്മിൽ വരും? ഇലക്ട്രോൺസുകളും ന്യൂക്ലിയസും. അതുപോലെ എന്താണ്, ഒരേ ചാർജ് വന്നാൽ എന്ത് വരും? റിപ്പൽഷൻ വരും അല്ലെ? ആ ഒരു കൺസെപ്റ്റിൽ എഴുതിയാൽ മതി. ഇയെയും ഇ ബിയും അല്ല, ഇതിന്റെ ഉള്ളിലാവുമ്പോൾ കളർ മാറും. ഉള്ളിൽ അത് MOT നമുക്ക് വരും കേട്ടോ, ഓർത്ത് നോക്കാം. എനർജിയൊക്കെ വ്യത്യാസം വരും. അപ്പൊ എന്താണ്, ആക്ച്വലി ഹൈബ്രിഡ് ഓർബിറ്റിലോ രീതിയിൽ വരും കേട്ടോ, ഓർത്ത് നോക്കാം. വരച്ചു കഴിഞ്ഞോ? വരച്ചോ? നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവണം കേട്ടോ എങ്ങനെയാ വരച്ചാലും. ഇനി അതിന്റെ താഴെ എഴുതി വെക്കാം അട്രാക്റ്റീവ് ഫോഴ്സ്. അട്രാക്റ്റീവ് ഫോഴ്സ് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. അട്രാക്റ്റീവ് ഫോഴ്സ് അണ്ടർലൈൻ ചെയ്യാം. അട്രാക്റ്റീവ് ഫോഴ്സ് അണ്ടർലൈൻ ചെയ്യാം. അട്രാക്റ്റീവ് ഫോഴ്സ് അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട് അവിടെ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ന്യൂക്ലിയസ് ഓഫ് വൺ ആറ്റം. ന്യൂക്ലിയസ് ഓഫ് വൺ ആറ്റം and its own electron. Nucleus of one atom and its own electron, OWN, own electrons. That is ഏതൊക്കെയായിരിക്കും? That is ആദ്യത്തെ ടൈപ്പ് ഓഫ് അട്രാക്ഷൻ പറയുന്നത്. That is ഏതൊക്കെ തമ്മിൽ അട്രാക്ഷൻ ആദ്യം വരുന്ന ഓൺ ഇലക്ട്രോൺസുകൾ തമ്മിൽ? NaEA കേട്ടോ, ഓർത്ത് നോക്കാം. ഓൺ ഇലക്ട്രോൺ കേട്ടോ, ഓർത്ത് നോക്കാം. പിന്നെന്ത് വരും? NbEb. അതാണ് ആദ്യത്തെ പോയിന്റ്. NbEb. Na എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് എഴുതി വെക്കട്ടോ. ന്യൂക്ലിയസ് ഓഫ് എന്തായിരിക്കും? ന്യൂക്ലിയസ് ഓഫ് എന്തായിരിക്കും? ഹൈഡ്രജൻ എ അല്ലെ? ന്യൂക്ലിയസ് ഓഫ് ഹൈഡ്രജൻ എ ആണ്. അടുത്ത എന്തായിരിക്കും? ഇ എന്ന് പറഞ്ഞത് ഇലക്ട്രോൺ ഓഫ് എ ഹൈഡ്രജൻ കേട്ടോ, ഓർത്ത് നോക്കാം. മാറിപ്പോരുത് കേട്ടോ. NB എന്ന് പറഞ്ഞ ന്യൂക്ലിയസ് ഓഫ് ബി ഹൈഡ്രജൻ കേട്ടോ, ഓർത്ത് നോക്കാം. EB എന്ന് പറഞ്ഞ ഇലക്ട്രോൺ ഓഫ് ബി ഹൈഡ്രജൻ കേട്ടോ, മറക്കരുത്. എഴുതിയോ? ഇനി സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കുക. ന്യൂക്ലിയസ് ഓഫ് വൺ ആറ്റം. സെക്കൻഡ് പോയിന്റ്, ന്യൂക്ലിയസ് ഓഫ് വൺ ആറ്റം ആൻഡ് ഇലക്ട്രോൺ ഓഫ് അതർ ആറ്റം. ന്യൂക്ലിയസ് ഓഫ് വൺ ആറ്റം ആൻഡ് ഇലക്ട്രോൺ ഓഫ് എന്തായിരിക്കും? അതർ ആറ്റം. ഇലക്ട്രോൺ ഓഫ് അതർ ആറ്റം എങ്ങനെ എഴുതും ഒന്ന് പറഞ്ഞേ. Na ആരെ അട്രാക്ട് ചെയ്യും? Na ഇതുണ്ടോ? Na ആരെ അട്രാക്ട് ചെയ്യും? ഇത് ഉണ്ടോ? ഇയാൾ അട്രാക്ട് ചെയ്യും കണ്ടോ? NaEb. ആൻഡ് എന്ത് വരും? NbEb.
ഇ എ കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ എഴുതണം എൻ എ കണ്ടോ ഓർത്ത് നോക്കുക. ഇത് കണ്ടോ, ഇതാണ് അട്രാക്റ്റീവ് ഫോഴ്സസ്. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കണ്ടോ ഓർത്ത് നോക്കുക. അപ്പോൾ ഒരു സ്ക്വയർ പോലെ അട്രാക്റ്റീവ് ഫോഴ്സ് വന്നു അല്ലേ, ഇത് കണ്ടോ അട്രാക്റ്റീവ് ഫോഴ്സ്. ഇനി അടുത്തത് എന്തായിരിക്കും? അടുത്ത് എന്ത് എഴുതണം? പറ, നിങ്ങൾ പറ. അട്രാക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? റിപ്പൽസീവ് കേട്ടോ ഓർത്ത് നോക്കാം. അടുത്തത് അട്രാക്റ്റീവ് ഫോഴ്സ് കഴിഞ്ഞു. അടുത്ത ഇത് റിപ്പൽസീവ് ഫോഴ്സ്. റിപ്പൽസീവ് ഫോഴ്സ്, അടുത്തത് റിപ്പൽസീവ് ഫോഴ്സ് അണ്ടർലൈൻ ചെയ്യുക. ആരൊക്കെ തമ്മിലാണ് റിപ്പൽസീവ് ഫോഴ്സ് വരുന്നത്? റിപ്പൽസീവ് ഫോഴ്സ് ഇതില് രണ്ട് പോയിന്റ് ഇതിലോ അല്ലെ, ഓർത്ത് നോക്കാം. ഒന്ന് എഴുതി വെച്ചു. ഇലക്ട്രോൺ ഓഫ് ടു ആറ്റം, ഇലക്ട്രോൺ ഓഫ് ടു ആറ്റം. റിപ്പൽസീവ് ഫോഴ്സിൽ ഫസ്റ്റ് പോയിന്റ് ഇലക്ട്രോൺ ഓഫ് ടു ആറ്റം. എന്നിട്ട് എന്ത് എഴുതും? ഇലക്ട്രോൺ ഓഫ് ടു ആറ്റം ഇ എ ആൻഡ് ഇ ബി. ഇലക്ട്രോൺ ഓഫ് ഓർത്ത് നോക്കാം. ഇലക്ട്രോൺസ് ഓഫ് ടു ആറ്റം ഇ എ ഇ ബി. അടുത്തെന്തായിരിക്കും? ന്യൂക്ലിയസ് ഓഫ് ടു ആറ്റം. അടുത്ത ലൈനില് ന്യൂക്ലിയസ് ഓഫ് ടു ആറ്റം എൻ എ എൻ ബി. എൻ എ എൻ ബി. അപ്പൊ ഈ പിക്ചറിൽ നിന്ന് ഇത് മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക. റിപ്പൽഷൻ ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ ഈ റിപ്പൽഷനും അട്രാക്ഷനും കാരണം ആ മോളിക്കുള്ള ഒരു പെർട്ടിക്കുലർ ഷേപ്പിൽ നിൽക്കും കേട്ടോ ഓർത്ത് നോക്കുക. അതാണ് മെൻഷൻ ചെയ്തത്. എൻ എ എൻ ബി. എഴുതിയോ കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞ ടോപ്പിക് ഒക്കെ നോക്കി. ഇനിയാണ് എമോട്ടിങ് കൂടി എഴുതാനുണ്ട് നമുക്ക്. എമോട്ടിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആദ്യം മുതൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇന്ന് എടുത്ത് തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു ആക്ച്വലി? ഹൈബ്രിഡൈസേഷൻ ഓഫ് ആൽക്കീൻ, അത് കഴിഞ്ഞ് ആൽക്കൈൻ YNE അല്ലെ. ENE എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു? ഡബിൾ ബോണ്ട് ആണെങ്കിൽ sp2, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് വരും? sp. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് വരും? sp. അപ്പൊ ആ രണ്ട് ഹൈബ്രിഡൈസേഷൻ നമ്മൾ അവിടെ നോക്കി. ഇത് കഴിഞ്ഞാല് നെക്സ്റ്റ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ പിക്ചറൊക്കെ വരച്ച് നല്ല രസമായിട്ടൊക്കെ തീർന്നു. അത് കഴിഞ്ഞിട്ടാണ് ഓർബിറ്റൽ ഓവർലാപ്പിംഗ് കൺസെപ്റ്റ് അല്ലെ. അവിടെ എന്താണ് ഓർബിറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? s ഓർബിറ്റ്, പിന്നെന്തായിരുന്നു? p ഓർബിറ്റ്, d ഉണ്ട്. അതില് എസിന്റെയും പിയുടെയും കാര്യമാണ് അവര് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷനിൽ സിഗ്മ ബോണ്ട് ഉണ്ട്, പൈ ബോണ്ട് ഉണ്ട്. അപ്പൊ ടൈപ്പ് ഓഫ് ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ്, സോറി ഹൈബ്രിഡൈസേഷനിൽ ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ് അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, സിഗ്മ ഉണ്ട്, പൈ. സിഗ്മയിൽ ഏതൊക്കെയുണ്ട്? SS, പിന്നെ എന്തായിരുന്നു? SP PP. ഇതെല്ലാം എന്തായിരുന്നു? ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ്. ഇതെല്ലാം എങ്ങനെയാണ്? ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ്. അത് കഴിഞ്ഞിട്ടാണ് പൈ ബോണ്ട് പഠിപ്പിച്ചത്. പൈ ബോണ്ടിൽ എന്തായിരുന്നു? പാരലൽ ഓർ പെർപെൻഡിക്കുലർ ഓവർലാപ്പിംഗ് ഓഫ് p ഓർബിറ്റൽ. ഇനി സിഗ്മ ആൻഡ് പൈ, വിച്ച് ഈസ് മോർ സ്ട്രോങ്? സിഗ്മ. എന്തുകൊണ്ടായിരിക്കും? എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ്. എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെ, മോർ എക്സ്റ്റെൻഡ് കൂടുതലായിട്ട് വരികയാണ് ആക്ച്വലി. അപ്പോൾ എന്തായിരിക്കും? നല്ല സ്ട്രോങ് ആയിരിക്കും അല്ലെ, ഓർത്ത് നോക്കാം, സ്ട്രോങ് ആയിരിക്കും. അങ്ങനെയാണ് വന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ എടുത്ത് VBT എടുത്തത്. എന്തായിരുന്നു? വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറിയിൽ മെയിൻ കാര്യം ഏതായിരുന്നു? ഇവിടെ നോക്കി അറിയാലോ. ഇവർ തമ്മിൽ എന്തുണ്ട്? അട്രാക്ഷൻ. ഇവർ തമ്മിൽ എന്തുണ്ട്? റിപ്പൽഷൻ. അപ്പോ VBTയിലെ മെയിൻ കൺസിഡറേഷനിൽ എന്തൊക്കെ വരുന്നുണ്ട്? അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ. പക്ഷെ അത് മാത്രമല്ല, ഇതിനുള്ളിൽ കുറെ കൺസെപ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ഹൈബ്രിഡൈസേഷൻ അല്ലെ, എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ചെറുത്ത് മാത്രം പഠിക്കാനുള്ളൂ. ഹൈഡ്രജൻ ഏറ്റവും എളുപ്പമുള്ളൂ അല്ലെ. ഇതിന്റെ മുകളിലേക്കുള്ള മോളിക്യൂൾസുകൾ വേറെ ഇല്ല. അപ്പൊ ഇതാണ് ഇനി നമുക്ക് എഴുതാനുള്ളത് MOT, മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഹെഡിങ് എഴുതുക കേട്ടോ. മോളിക്കുലർ ഓർബിറ്റൽ തിയറി. മോളിക്കുലർ ഓർബിറ്റൽ തിയറി. അതിന്റെ കുറച്ച് എഴുതുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് എല്ലാവരും കൊണ്ടും ആ ഷേപ്പും ഹൈബ്രിഡൈസേഷനും ഒക്കെ വീണ്ടും വീണ്ടും പറയിപ്പിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ബ്രാക്കറ്റില് MOT, മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ബ്രാക്കറ്റില് MOT.
മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിൽ കുറച്ച് എന്താണ് പോയിന്റ്സുകൾ നമുക്ക് എഴുതാനുണ്ട്. ആക്ച്വലി തിയറി ബേസ് ചെയ്തിട്ട് 1, 2, 3 ആയിട്ട് ഓരോ പോയിന്റ്സ് ആയിട്ട് ഫസ്റ്റ് മുതൽ ഇങ്ങനെ എഴുതി വെക്കണം കേട്ടോ. ഓർത്ത് വെക്കാം. എന്ന് എഴുതി വെച്ചു. The electron in a molecule, first point കേട്ടോ, first point. The electron in a molecule are present in the various molecular orbitals. The electrons in a molecule are present in the various molecular orbitals. The electrons in a molecule are present in the various molecular orbital as the electron of atoms are present in the various atomic orbitals. എഴുതിയോ? സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കാം. അടുത്ത ലൈനിൽ, നെക്സ്റ്റ് ലൈനിൽ കേട്ടോ. ദ ആറ്റമിക് ഓർബിറ്റൽ ഓഫ് കമ്പയറബിൾ എനർജീസ്, ദ ആറ്റമിക് ഓർബിറ്റൽസ് ഓഫ് കമ്പയറബിൾ എനർജീസ്, the atomic orbitals of comparable energies and proper symmetry, atomic orbitals of comparable energies and proper symmetry combine to form molecular orbitals. Orbitals of comparable energies and proper symmetry combine to form molecular orbitals. The atomic orbital of comparable energy and proper symmetry combine to form molecular orbitals. Third point. When two atomic orbitals combine, two molecular orbitals are formed. When two atomic orbitals combine, two molecular orbitals are formed. When two atomic orbitals combine, two molecular orbitals are formed. Two molecular orbitals are formed. Full stop. One is known as bonding molecular orbital. One is known as bonding molecular orbitals, while the other is called, while the orbitals, while the other is called anti-bonding molecular orbital. Anti-bonding molecular orbitals. അപ്പോൾ ഇതിലൊരു 7 പോസ്റ്റേഷൻസ് ആണ്. നമുക്ക് ഈ 3 പോസ്റ്റേഷൻസ് ആണ് ആവശ്യം ഏറ്റവും കൂടുതൽ. മോളിക്കുലർ ഓർബിറ്റൽസ്, ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. ഇവിടെ ഓർത്ത് നോക്കാം. ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആറ്റം കമ്പൈൻ ടു ഫോം എന്ത് കണ്ടു? കോമ്പൗണ്ട്സ് ഓർ മോളിക്യൂൾ അല്ലെ? ഓർത്ത് നോക്കാം. അപ്പോ ഈ ആറ്റത്തിനകത്ത് ഉണ്ടാകുന്ന എനർജി എല്ലാം മോളിക്യൂൾ ആകുമ്പോൾ ആ എനർജിയിൽ വരുന്ന ഡിഫറൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ് MOT. അപ്പൊ ആറ്റം കമ്പൈൻ ടു ഫോം മോളിക്യൂൾ. അങ്ങനെ വരുമ്പോ
ഈ ആറ്റത്തിനകത്ത് ഒരു ഇലക്ട്രോൺ ഉണ്ടാവും അല്ലെ, ആ ഇലക്ട്രോൺ ഒരു പെർട്ടിക്കുലർ എനർജി ഉണ്ടാവും. ആ എനർജിയിൽ വരുന്ന ഡിഫറൻസ് ആണ് MOT ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ഒക്കെ ആയിട്ട് അവർ പറയുന്ന ഒരു കഥയൊക്കെ വരാം. ഹൈഡ്രജൻ, ഇപ്പൊ പറഞ്ഞ ഹൈഡ്രജൻ എങ്ങനെയാണ് തമ്മിലുള്ള വ്യത്യാസം അല്ലെ. ഹൈഡ്രജന്റെ ഇലക്ട്രോൺ എങ്ങനെയായിരിക്കും? ഹൈഡ്രജന്റെ ഇലക്ട്രോൺ എന്തായിരുന്നു? ഹൈഡ്രജൻ 1s1 ശരിയല്ലേ. രണ്ടാമത്തെ ഹൈഡ്രജൻ എന്ത് തന്നെയായിരിക്കും? 1s1. അപ്പോ ഈ 1s1 വരുന്ന സമയത്ത് ഒരു എനർജി ഉണ്ടാവും. പക്ഷെ ഇതൊരു കമ്പൈൻ ചെയ്യുമ്പോൾ എനർജിയിൽ എന്ത് വ്യത്യാസം വരും അതാണ് പറയാം. എന്ന് പറഞ്ഞപ്പോ ഒരു കാർബൺ എന്തായിരുന്നു? 1s2 2s2 2p2 ടോട്ടൽ എത്രയുണ്ട്? 6 ഉണ്ട് അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ C2 ആകുമ്പോൾ 2 കാർബൺ ആവില്ലേ? 2 കാർബൺ ആകുമ്പോൾ ഇതിന്റെ ഇലക്ട്രോണിന്റെ എനർജിക്ക് എന്ത് വ്യത്യാസം വരും? കൂടുവോ കുറയോ എന്താ സംഭവിക്കണേ? അതാണ് ഒരു ചോദ്യം. അത് ഒരേപോലെ ആയിരിക്കും 2 കാർബണിന്റെ? അതാണ് ആക്ച്വലി വരുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ആ എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടും. ഓർത്ത് നോക്കാം. അവന്റെ പേര് പറഞ്ഞു ജൂഡ് ഒരു കൊറിയോഗ്രാഫറും ഒരു ഡാൻസറുമാണ്. ജൂഡിന്റെ അണ്ടറിൽ ഈ 3 പേര് നിൽക്കുന്നുണ്ട്. ഈ 3 പേര് ജൂഡിന്റെ ഒരു ടീമാണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ ജൂഡിന്റെ ടീമിൽ വെക്കുന്ന ആൾക്കാർ ഒരു ഡാൻസ് പെർഫോം ചെയ്യുകയാണ്. അയാൾ നല്ല ഭംഗിയായിട്ട് ഒരു സ്പീഡിലൊക്കെയാണ് ഒരു മ്യൂസിക് ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു സോങ്ങിന് പെർഫോം ചെയ്യുന്നു കേട്ടോ. ഓർത്ത് നോക്കാം. ഒരു സോങ്, ആ സോങ്ങിന് പെർഫോം ചെയ്യുന്നു. അമന്റെ ടീമാണ് ഈ 3 പേര്. അവര് 3 പേരും ഈ സോങ് വേറൊരു സ്ഥലത്തും പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. ആക്ച്വലി അവർ രണ്ടുപേരും ഒരേ സോങ് ആണ് ആക്ച്വലി പെർഫോം ചെയ്യുന്നത് വരുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിക്കുക, ഈ 2 പേരും മെർജ് ചെയ്തിട്ട് ഒരു ഷോയ്ക്ക് വരികയാണ്. ആക്ച്വലി ആ ഷോയ്ക്ക് വരുന്ന സമയത്ത് ജൂഡിന്റെ ടീം പറയാണ്, നിങ്ങളൊക്കെ ബാക്കിൽ വന്നാൽ മതിട്ടാ, ഞങ്ങൾ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇത് ചെയ്യാണ്. അങ്ങനെ 2 പേരും കൂടി ഒരേ എനർജിക്ക് വേണ്ടിയിട്ട് കളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ലയോ? ഒരു ഇന്നേ വരെ നിങ്ങൾ 2 പേരും കാണുന്നില്ല, പ്രാക്ടീസ് ചെയ്യാനുള്ള സ്റ്റേജിൽ കളിച്ചിട്ട് 2 പേരും ഡാൻസ് ആണ്. ആക്ച്വലി ഒരേ സ്റ്റെപ്പൊക്കെ തന്നെ ആയിരിക്കാം അല്ലെ. ഒരേ ആൾക്കാരല്ലേ 2 കാർബൺ, അതിൻ്റെ അകത്ത് കുറെ ഇലക്ട്രോൺ ഉണ്ട്. അവർ 2 പേരും കൂടി ഒരു മോളിക്യൂൾ ആകുമ്പോൾ അങ്ങനെ പറ്റുമോ? എന്താ ശരിക്കും ചെയ്യാം? വലിയ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വലിയ സൈറ്റുകളിലൊക്കെ അല്ലെ, സിനിമകളിലൊക്കെ സോങ് ഒക്കെ അറേഞ്ച്മെന്റ്, അതിനൊരു കൊറിയോഗ്രാഫർ ഉണ്ടാവും. അയാൾ വരും അല്ലെ, ആ ഫ്രണ്ടിലിരിക്കും, മറ്റേ ആള് അല്ലെ. ഓർത്ത് നോക്കുക, ഇയാള് 6 സോങ്ങിന് വന്ന സമയത്ത് എനർജി കൂടുതൽ കാണിക്കുകയാണ്, ഇയാൾ ഭയങ്കര കുറവാണ് കാണിക്കണേ. എന്ത് ചെയ്യും? ഞാൻ എൻ്റെ അടുത്ത് പറയും അത്ര എനർജി വേണ്ട, കുറച്ചേക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. ഇയാളുടെ അടുത്ത് പറയും ഒന്ന് കൂട്ടിയേ അല്ലെ, എന്നിട്ട് 2നെയും ഈക്വലൈസ് ആണ്, എന്നാലേ കാണുന്ന ആൾക്കാർക്ക് തോന്നുള്ളൂ അല്ലെ. അല്ലെങ്കിൽ ഒരാൾ കൈ ഇങ്ങനെ വെക്കും, മറ്റേ അല്ലെ ഇങ്ങനെ ആകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ ഭംഗി ഇല്ലെങ്കിൽ എന്ത് പറ്റും? ആ ടോട്ടൽ സ്റ്റേജ് പ്രോഗ്രാം എന്താവും? സ്റ്റെബിലിറ്റി പോവും. അതെന്താവും അല്ലെ. നമ്മൾ പറയും തല്ലിപ്പൊളിയായിരുന്നു, ഒരാൾ എന്താണ് കാണിച്ചത് അവിടെ കിടന്ന് അവൻ ചാടി മറിയണം, മറ്റവൻ എന്താണ് ഇങ്ങനെ അല്ലെ. അങ്ങനെ പറഞ്ഞ് നമ്മൾ ടോട്ടൽ എന്ത് പറയും? ആ സ്റ്റേജ് പ്രോഗ്രാം അല്ലെ, സ്റ്റെബിലിറ്റി ഇല്ല. അതുപോലെയാണ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ ആകുമ്പോൾ ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോണിന്റെ അതേ പൊസിഷനോ എനർജിയോ ആയിരിക്കില്ല. മോളിക്യൂൾ ആകുമ്പോൾ എനർജിയും പൊസിഷനും മാറ്റി ഒരു കൊറിയോഗ്രാഫർ പ്ലാൻ ചെയ്യണ പോലെ കറക്റ്റ് എനർജിയുടെ ഒരു ഓർഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ എനർജിയുടെ ഓർഡറിലാണ് വരിക എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിന്റെ 2 സൈഡിൽ നിന്നും ഇലക്ട്രോൺസുകൾ വന്നാൽ ഞാൻ പറയുന്നത് ഇവിടെ 2 അപ്പുറത്ത് 2 അതുപോലെ അല്ലെ. പുറത്ത് നോക്കാം, നിങ്ങൾ ടോട്ടൽ അല്ലെ 3+3 6 പേരുള്ള ഒരു ടീമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലെ. ഓർത്ത് നോക്കാം, ഓർത്ത് നോക്കാം, ഇവിടെ ഇയാള് ഫ്രണ്ടില് കേട്ടോ, ഇയാള് ഇപ്പുറത്ത്, ഇയാള് ബാക്കിൽ. എന്തെങ്കിലും ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ടായിരിക്കും അല്ലെ. ആളുടെ സ്പീഡ് അല്ലെങ്കിൽ ആ പറയുന്ന സോങ്ങിന്റെ നേച്ചർ അതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. അങ്ങനെ ഓർഗനൈസ് ചെയ്യുമ്പോൾ കറക്റ്റ് സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോ ഇനി MOT പഠിക്കുമ്പോൾ നമ്മൾ അഫ പ്രിൻസിപ്പിൾ എന്താ പഠിപ്പിച്ചത് കണ്ടോ? ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ ഇല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെയാണ്. അതുപോലെ MOT ഫില്ല് ചെയ്യുമ്പോൾ ഒരു ചേഞ്ചസ്, ആ ചേഞ്ചസ് ആണ് 3 പോസ്റ്റേഷൻസ് എത്തിയേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അത് എങ്ങനെയായിരിക്കും എന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഓർത്ത് നോക്കാം. കാർബണിന്റെ തന്നെ എടുക്കാം. ഇവിടെ ശ്രദ്ധിച്ചേ, C2 കാർബൺ ആണ്. കാർബണിന്റെ ഒരെണ്ണത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞേ. 1s2 2s2 2p2 കേട്ടോ. ഓർത്ത് നോക്കി, ഇതാണ് ഒരു കാർബൺ. ഇതിനെയാണ് ആറ്റമിക് ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ആറ്റമിക് ഓർബിറ്റൽ. ഞാൻ എഴുതുന്നു, ശ്രദ്ധിച്ചു കേട്ടോ. ഫസ്റ്റ് കാർബൺ ഇതിനെന്താ വിളിച്ചേ? 1s2. സെക്കൻഡ് കാർബൺ എന്തായിരുന്നു? 2s2. പിന്നെന്തായിരുന്നു ആക്ച്വലി അല്ലേ? കാർബൺ ഫസ്റ്റ് കാർബൺ ആണ്, അതിന്റെ 1s2 2s2 പിന്നെന്താ 2p. 2p എത്രയാ? 2. അപ്പൊ ഇലക്ട്രോൺസുകൾ നമുക്ക് ഫില്ല് ചെയ്യാം അല്ലെ. 2p2 ഇവിടെയാണെങ്കിൽ
2s2 2 ഇലക്ട്രോൺ, ഇവിടെയും 2 ഇലക്ട്രോൺ. ഇപ്പൊ ഒരു കാർബൺ അല്ലേ ആയിട്ടുള്ളൂ. ഇതുപോലത്തെ എത്ര കാർബൺ വേണം? 2 എണ്ണം വേണ്ടേ? നല്ല മോളിക്കൂൾ ആവുള്ളൂ അല്ലേ? ഓർത്ത് വെക്കാം. Then next 2p2 ഇതുപോലെ തന്നെയാണ് ആക്ച്വലി വരുന്നത്. രണ്ടുപേരും വരുന്നു കേട്ടോ. ഓർത്ത് നോക്കാം. അതെ ഇപ്പൊ നിങ്ങൾ രണ്ട് അല്ലേ ഡാൻസ് പ്രോഗ്രാമിന് വരുന്ന പോലെയാണ് ആക്ച്വലി 6 പേര് കേട്ടോ. നേരത്തെ 3 എന്നുള്ളതിന് പകരം ഇപ്പൊ കാർബൺ ആയില്ലേ, ഇപ്പൊ 6 പേരുടെ ഒരു ടീം ഇവിടെ നിന്ന് വന്നു. ജൂഡിന്റെ ടീം, അമന്റെ ടീമും 6 പേര്. ഞാൻ എന്ത് ചെയ്യും കേട്ടോ? ഓർത്ത് നോക്കാം. ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഈ 6 പേര് ഉണ്ട് അല്ലെ, ഇവരെ കറക്റ്റ് ഓർഗനൈസ് ചെയ്യും. തല്ലുപിടിക്കരുതല്ലോ അല്ലേ? ഓർത്ത് നോക്കാം. ജൂഡിന്റെ അടുത്ത് പറയും, ജൂഡേ നമുക്ക് ശരിയാണ് ആദ്യത്തെ ആൾക്കാരെ എടുക്കാം. അപ്പോൾ ആദ്യത്തെ 2 പേരെ തരാൻ പറയും. ഇതേ ജൂഡ് തരുന്നുണ്ട്, 2 ആൾക്കാരെ തന്നു. അമന്റെ അടുത്ത് പറയും ഒരു അല്ലെ ഫ്രണ്ടിൽ നിൽക്കുന്ന എസ് കാറ്റഗറി എന്ന് പറയുമ്പോൾ നമുക്ക് എനർജി കുറവുള്ള ആൾക്കാരെ മതി എന്ന് പറയുകയാണ്. 2 ആൾക്കാർ അല്ലെ. ഇത് എനർജിയുടെ ഓർഡർ ആണ് കേട്ടോ. ഇത് എന്താ ഓർഡറാ? എനർജിയുടെ ഓർഡറിൽ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ജൂഡിനും അതുപോലെ അമനും 2 ടീമുണ്ട് കണ്ടോ. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇത് നോക്ക് എത്ര പേരുണ്ടെന്ന്. 6. എത്ര എണ്ണം ഉണ്ട്? 6 ഉണ്ടോ. ഇതാണ് ടീം. ഇതില് എനർജിയുടെ ഓർഡറിൽ ജൂഡ് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, എസ്സിലുള്ള ആൾക്കാർ അല്ലെ കുറച്ച് എനർജി കുറഞ്ഞ ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇവിടെയും ഇലക്ട്രോൺ. അപ്പോ ഇവരെ നമ്മൾ ആദ്യം പ്ലേസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ കൊറിയോഗ്രാഫി ഞാനാണ്. ഞാൻ പറയുന്നത് ഇവിടെ 2 പേരെ എടുക്കണം. പുറത്തു നോക്കാം. ഇവിടെ നിന്ന് ഒരാളെടുക്കും, ഇവിടെ നിന്നും ഒരാളെടുക്കും. ഇതാരാണ്? ജൂഡിന്റെ ടീം. ഇതാരായിരിക്കും? കണ്ടോ, ഓർത്ത് നോക്കാം. ഇനി ഇത് അടുത്തത് ഇങ്ങനെ പ്ലേസ് ചെയ്യും. കണ്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ ഇരുന്ന ഓർബിറ്റൽസിന് ഇങ്ങനെ പ്ലേസ് ചെയ്യും. ഓർത്ത് നോക്കാം. അതെ ഇവിടെയും ഇത്. ഇപ്പൊ ഇവിടെ എത്രയുണ്ട്? 1 2 3 4. ഈ 4 പേരെയും ഇങ്ങനെ ഞാൻ പ്ലേസ് ചെയ്തു. ഒരെണ്ണം ഇവിടെ നിന്നാണെങ്കിൽ മറ്റേ ഇവിടെ നിന്നായിരിക്കും അപ്പുറത്ത്. ഒരു സമാധാനമല്ലേ? കുഴപ്പമില്ലല്ലോ. ഓർത്ത് നോക്കാം. മിക്സ് ചെയ്തില്ലേ? കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓർത്ത് നോക്കാം. കാരണം ഇവിടെ നിന്ന് ഒരാളെടുത്തു, ഇവിടെ നിന്ന് ഒരാളെടുത്തു. അപ്പൊ എത്രയായി? ഓക്കെ, ഓർത്ത് നോക്കാം. അപ്പോ ഇതാണ് ഇങ്ങനെ വന്നേക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഈ റെഡിൽ വരക്കുന്നത് കണ്ടോ, ഇവരെ പൊസിഷൻ കാണിക്കുന്നതാണ്. എവിടെ നിന്നൊക്കെ വരുന്നുണ്ട്? ഇവിടെ നിന്ന് ഒരാള്, ഇവിടെ നിന്ന് ഒരാള്. ഫില്ലായില്ലേ? ഇവിടെ നിന്ന് ഒരാള്. ഇനി താഴെ ഫില്ലായിട്ട് മുകളിൽ ഫില്ലാവുള്ളൂ. കാരണം എന്താ? എനർജി അല്ലേ? പുറത്തൊക്കെ സ്റ്റേജിൽ വെക്കുമ്പോൾ ഫ്രണ്ടിലത്തെ ആളില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ബാക്കിൽ നിന്ന് ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യൂലേ, അല്ലാതെ ഫ്രണ്ടിൽ വേണ്ട. അങ്ങനെ ശരിയാവോ? അപ്പൊ എനർജിയുടെ ഓർഡറിലാണ് ഫില്ല് ചെയ്യുന്നത്. എനർജി ലോവർ ആണിത് കണ്ടോ. ഓർത്തോ, ഇത് എനർജിയുടെ ഓർഡർ അല്ലേ? ഏറ്റവും ലോവസ്റ്റ് ഏതായിരിക്കും? ഇതേതായിരിക്കും? കുറച്ചും കൂടി ഹൈയസ്റ്റ്. ഇനി നോക്കാം. 2s ഇതുപോലെ സ്റ്റൈലില് ഓർഡർ ചെയ്യും. കണ്ടോ, ഇവിടെ നിന്ന് എത്ര വരും പറഞ്ഞേ? ടോട്ടൽ എത്രയുണ്ട്? 1 2 3 4. അപ്പൊ ഇവിടെ 1 2 3 4. ബി റെഡിൽ വരച്ചേക്കുന്നത് എക്സ്ട്രാ ആണോ? അല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ മിഡിലേക്ക് കയറുകയാണ്. ഇതാണ് സ്റ്റേജ്. ഇതാണ് C2. മനസ്സിലായി? C2 വരുമ്പോൾ എന്ത് ചെയ്യും? 2 സൈഡിൽ നിന്നുള്ളത് ഇങ്ങനെയാണ് ഓർഡറിൽ ഉണ്ടാക്കുന്നത്. ഇനി എന്ത് ചെയ്യും? നെക്സ്റ്റ് എത്രയുണ്ട്? പി അല്ലെ 2 ഉണ്ട്. ടോട്ടൽ എത്ര ബോക്സ് ഉണ്ട്? 3. ഇവിടെയും 3 അല്ലേ? ഓർത്ത് നോക്കാം. അപ്പോ കാർബണിന് പകരം ബാക്കി ആരെങ്കിലും ഒക്കെ വന്നാല് എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്ത് ഇത് ഇങ്ങനെയാണ്. ഇത് ഇവിടെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു ബോക്സ്. ടോട്ടൽ അതേ സ്റ്റൈലിൽ തന്നെ ഇവിടെ വീണ്ടും വരയ്ക്കാം, വീണ്ടും ഒരെണ്ണം വരയ്ക്കാം. ഇതാണ് ഈ ബോക്സിൽ വരുന്നത്. ടോട്ടൽ എത്ര ബോക്സുകൾ ഉണ്ടെന്ന് നോക്കി. ഇതില് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർബിറ്റൽ അല്ലെ? എത്ര ഉണ്ട്? 3 + 3. ഇപ്പൊ എത്രയുണ്ട്? 6 ഉണ്ട്. ഓർത്ത് നോക്കാം. ഇനി ഇലക്ട്രോൺസ് ടോട്ടൽ എത്രയുണ്ട്? ടോട്ടൽ എത്രയുണ്ട്? 4. അപ്പൊ എങ്ങനെ ഫില്ല് ചെയ്യും? നിങ്ങളൊന്ന് പറഞ്ഞേ. താഴെ ഫില്ല് ചെയ്തിട്ടല്ലേ മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ 1, ഇവിടെയും 1. എന്തുകൊണ്ടാണ് ഇങ്ങനെ 1 1 ആയിട്ട് ഓക്യുപ്പൈ ചെയ്തേ? ഏത് റൂളാ പറഞ്ഞേ? സിംഗിളി ഓക്യുപ്പൈ ചെയ്യണം എന്ന് പറഞ്ഞത് ഏത് സയന്റിസ്റ്റാ? അല്ല, അവിടെ പറഞ്ഞു ഹണ്ട്. കണ്ടോ, ഹൺസ് റൂൾ. എന്തായിരുന്നു? ഹൺസ് റൂൾ. ഫസ്റ്റ് സിംഗിളി ഓക്യുപ്പൈ ചെയ്യണം. പോളി എന്താ പറഞ്ഞേ? നോട്ട് ടു ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റൽ മസ്റ്റ് ഹാവ് ഓപ്പോസിറ്റ് സ്പിൻ അല്ലെ? ഓർത്ത് വെക്കുക. ഒരെണ്ണം ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റെന്തായിരിക്കണം? ആന്റി ക്ലോക്ക് വൈസ് അല്ലെ? 2 ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റൽ മസ്റ്റ് ഹാവ് ഓപ്പോസിറ്റ് സ്പിൻ. അങ്ങനെയാണ് പറഞ്ഞ പോളി കേട്ടോ. ഓർത്ത് വെക്കുക. പോളി പറയുന്നത് ഇത് ഒരെണ്ണം ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റെന്തായിരിക്കണം? ആന്റി ക്ലോക്ക് വൈസ് അല്ലെ? ഓർത്ത് വെക്കാം. അപ്പൊ ഇങ്ങനെ ഫില്ല് ചെയ്തു. ഇനി എത്ര ഉണ്ട്? കഴിഞ്ഞിട്ട് കഴിഞ്ഞോ? ഇവിടെ 4 അല്ലേ? ഇവിടെ എന്ത് കൊടുക്കും?
ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇപ്പൊ സമാധാനമില്ലേ? അപ്പൊ കാർബണിന്റെ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6. ഇവിടെ നോക്കി 6 അല്ലേ? ഓർത്ത് നോക്കാം. അപ്പോ ഈ ഓർബിറ്റലുകൾക്ക് പുതിയ പേരാണ്. ഇതിന്റെ പേരെന്തായിരുന്നു? 1s2, 2s2, 2p2 അല്ലെ? ഓർത്ത് നോക്കാം. ഇതിനെന്താ വിളിക്കുന്നത്? ആറ്റമിക് ഓർബിറ്റൽസ്. ഇതിനെന്താ വിളിക്കുന്നത്? ആറ്റമിക് ഓർബിറ്റൽ. ഈ റെഡ് കളറിൽ വരച്ചേക്കുന്നതിന്റെ പേരെന്താ? മോളിക്കുലർ ഓർബിറ്റൽ. ഇനി ഫസ്റ്റ് പോസിറ്റേഷൻ വായിച്ചേ, ഉറക്കനെ വായിച്ച ഇവിടെ നല്ല ലൗഡ് വോയിസിലായിരിക്കണം, ഇത് കേൾക്കണം. The electron in a molecule are present in various molecular orbits. എവിടെ ശ്രദ്ധിക്കുക. ദ ഇലക്ട്രോൺ ഇന്നാനെ എന്താ പറഞ്ഞേ? ദ ഇലക്ട്രോൺ ഇന്നാനെ മോളിക്യൂൾ. കണ്ടോ? ദ ഇലക്ട്രോൺ ഇന്നാനെ മോളിക്യൂൾ പറഞ്ഞോ. Are present in the various molecular ആ വേരിയസ് മോളിക്കുലർ ഓർബിറ്റൽ. ഇതൊക്കെ എന്താ? വേരിയസ് മോളിക്കുലർ ഓർബിറ്റൽ. ശരിയാണോ? ആ ഓക്കെ. ഇനി നെക്സ്റ്റ്. as the electron of atoms are present in various atomic orbits. ആ ആറ്റത്തിനാണെങ്കിൽ എന്ത് വരും? ആറ്റമിക് ഓർബിറ്റലായിരിക്കും. മനസ്സിലായി? ആറ്റത്തിനാണെങ്കിൽ ആറ്റമിക്. ഇത് ഏതാണ്? കാർബണിന്റെ ആറ്റമിക് ഓർബിറ്റലാണ്. പുറത്ത് നോക്കുക. ഈ മിഡിൽ വരക്കുന്നതാണ് എന്ത്? മോളിക്കുലർ ഓർബിറ്റൽ. ഇനി അടുത്ത പോസിറ്റേഷൻ വായിച്ചു. The atomic orbitals of comparable energies and protons symmetry combine to form molecular orbitals. ആണോ? എങ്ങനത്തെയാണ് ഇത് കമ്പൈൻ ചെയ്യുക? 1s-ഉം 2s-ഉം തമ്മിൽ കമ്പൈൻ ചെയ്യൂ. കാരണം എന്താ? അവര് തമ്മിൽ ഏകദേശം ഒരേ എനർജി ആയിരിക്കണം അല്ലെ? ഓർത്തോ. ജൂഡിന്റെ അടുത്ത് പറയണം മൈക്കിൾ ജാക്സന്റെ ഒപ്പം കളിക്കാൻ പറ്റുമോ? മൈക്കിൾ ജാക്സൺ പറയാൻ പറ്റുമോ അല്ലെ? ഓർത്തോ. ജൂഡ് കളിക്കോ? നമ്മൾ കളിക്കൂല. ഞാനാണെങ്കിൽ പറയില്ല. എന്തുകൊണ്ടാ? എന്റെ എനർജി അല്ലെ അതിനേക്കാളൊക്കെ ഹയർ ആയിരിക്കും മൈക്കിൾ ജാക്സന്റെ എനർജി അല്ലെ? ഓർത്ത് നോക്കാം. ഞാൻ ഡാൻസ് കളിക്കും, എന്റെ കുഞ്ഞു വായോടൊപ്പം കളിക്കും, കുഴപ്പമില്ല. ഏകദേശം അല്ല ആ ടൈമില് ഓർത്ത് നോക്കാം. ആ ടൈമില് ഓർത്ത് നോക്കാം. ഓക്കെ, ഓർത്ത് നോക്കാം. ഇനി മൈക്കിൾ ജാക്സന് വേറെ ഇഷ്ടം പോലെ മൈക്കിൾ ജാക്സൺ ഉണ്ട്. ആ പേരിൽ വേറെ ആള് ഉണ്ട് ഇഷ്ടം പോലെ അല്ലെ? ഓർത്ത് നോക്കാം. ഞാൻ മൈക്കിൾ ജാക്സൺ എന്നല്ലേ പറഞ്ഞു കേട്ടോ? ഓർത്ത് നോക്കാം. ഞാൻ പറഞ്ഞ എനർജിയുടെ കാര്യം ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അവര് തമ്മിൽ ഒരേ എനർജി ആണോ? അല്ല അല്ലെ? ഓർത്ത് നോക്കാം. ഞാൻ പറഞ്ഞത് ഒരേ എനർജി ലെവലിലുള്ള ആൾക്കാരുകൾ തമ്മിൽ എന്ത് ചെയ്യുള്ളൂ? കമ്പൈൻ ചെയ്യുള്ളൂ കേട്ടോ? ഓർത്ത് നോക്കാം. അത് പറയല്ല. ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഏതാ? ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞ? അതാണ് ചോദിച്ചത്. ഏതാണ്? അവിടെ പോയിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞ എന്തിനു വേണ്ടിയിട്ട് ആ കൺസെപ്റ്റ്? എന്തില്ല? ഇവിടേക്ക് വാ കേട്ടോ. ഓർത്ത് നോക്കാം. ഇവിടെ പറഞ്ഞത് എന്താണ്? സെയിം ആറ്റമിക് ഓർബിറ്റൽ തമ്മിൽ എന്ത് ചെയ്യുള്ളൂ? കമ്പൈൻ ചെയ്യുള്ളൂ കേട്ടോ? ഓർത്ത് നോക്കാം. കമ്പൈൻ ചെയ്യുള്ളൂ. എന്തിനാ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? ഒരാളുടെ എനർജി ഹയർ ആണ്, വേറൊരാളുടെ എനർജി ലോവർ. അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല കേട്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ സെയിം എനർജീസ് തമ്മിൽ കമ്പൈൻ ചെയ്യുള്ളൂ. അതാണ് സെക്കൻഡ് പോസിറ്റേഷൻ. തേർഡ് പറഞ്ഞേക്കുന്നത് ശ്രദ്ധിക്കുകയും. തേർഡ് പറഞ്ഞേ ഇവിടെ ശ്രദ്ധിക്കുക. വെൻ ടു ആറ്റമിക് ഓർബിറ്റൽ. ഞാൻ ചോദിക്കോട്ടോ? ഓർത്ത് നോക്കുക. സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വെറുതെ കാണാൻ പഠിക്കാൻ നോക്കും, കിട്ടില്ല. എക്സാമിന് ഇരിക്കുന്ന സമയത്ത് ഇത് കാണാൻ പഠിക്കാൻ നോക്കും, കിട്ടില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തതുകൊണ്ടാ. ഇവിടെ ശ്രദ്ധിച്ചേ. വെൻ ടു ആറ്റമിക് ഓർബിറ്റൽ. ഇവിടെ ശ്രദ്ധിച്ചേ. വെൻ ടു ആറ്റമിക് ഓർബിറ്റൽ, രണ്ട് ആറ്റമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്തു. എത്ര ആറ്റമിക് ഓർബിറ്റൽ ഉണ്ടായി? വെൻ ടു ആറ്റമിക് ഓർബിറ്റൽ കമ്പൈൻ ടു ഫോം. എത്ര ആറ്റമിക് ഓർബിറ്റൽ ഉണ്ടായി? ഇതിൽ നോക്ക്. 2. അങ്ങനെയാണെങ്കിൽ 3 ആറ്റമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് എത്ര എണ്ണം ഉണ്ടാവും? 6 കേട്ടോ? ഓർത്ത് നോക്ക്. ഇവിടെ നോക്ക്, ഇതിൽ നോക്ക് കേട്ടോ. ഈ വെറുതെ ഇങ്ങനെ നോക്കിയേക്കല്ലേ കേട്ടോ? ഓർത്ത് നോക്കാം. അതില് ഒരെണ്ണത്തിന് വിളിക്കുന്ന പേര്, ഈ താഴെയുള്ളതിനെ വിളിക്കുന്ന പേര് ബോണ്ടിങ്. ഈ മുകളിലുള്ളത് ആന്റി ബോണ്ടിങ് കേട്ടോ? ഓർത്ത് നോക്കാം. ഇതിന്റെ പേരെന്തായിരുന്നു? ബോണ്ടിങ്. ഇതിന്റെ പേരെന്തായിരുന്നു? ആന്റി ബോണ്ടിങ്. കുറച്ച് കഴിയുമ്പോൾ ചോദിക്കൂട്ടോ എന്തായിരുന്നു ഇത്? അതാ ഞാൻ ചോദിച്ചത്. ഇത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഇതെന്തായിരിക്കും? ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ കേട്ടോ? മറക്കല്ലേ. ഇനി ഇത് കാണാതെ പഠിക്കുന്ന ചലഞ്ചാണ്. നിങ്ങൾ ഇവിടെ നിന്ന് തൊട്ടുള്ളത് കാണാതെ പഠിക്കണം. ഇതിന്റെ പേര് സിഗ്മ 1s2. ഇതിന്റെ പേര് സിഗ്മ സ്റ്റാർ 1s2. ഇതിന്റെ പേര് സിഗ്മ 2s2. ഇതിന്റെ പേര് സിഗ്മ സ്റ്റാർ 2s2. ഇനി ഇതിന്റെ പേര് പൈ 2px ഈക്വൽ ടു പൈ 2py. ഇതിന്റെ പേര് സിഗ്മ 2pz. ഈ മോളിലത്തെ പേര്. ഇവിടെ എത്തുമ്പോ പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. ഇതിന്റെ മോളിലത്തെ പേര് സിഗ്മ സ്റ്റാർ 2pz. നിങ്ങൾക്ക് ഈ മോളിക്യൂൾ മാത്രമല്ല, കാർബൺ, അതുപോലെ നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ പീരിയോഡിക് ടേബിൾ 10 വരെയുള്ള മോളിക്യൂൾ പഠിക്കാറുണ്ട്. അപ്പൊ ഒരെണ്ണം പഠിച്ചാൽ മതി. കൊടുത്തു നോക്കാം. ഇതിന് ഇതിന്റെ കോൺഫിഗറേഷൻ വേഗം വരച്ചോ കേട്ടോ. വേഗം വരച്ചോ. സമയം കളയണ്ട, ടൈം പോകണം. വേഗം വരക്കുക കേട്ടോ.
ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ ടേം കാണാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിച്ചേക്കാം. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പൈ 2px ഈക്വൽ ടു പൈ 2py. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. ഇത് പഠിക്കണം കേട്ടോ, പുറത്ത് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത് കിട്ടിയാൽ മാത്രമേ, ഈ പിക്ചർ എല്ലാവർക്കും വരക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രം കിട്ടിയാൽ മതി ഈ ഫില്ല് ചെയ്യുന്ന ഓർഡർ. കാരണം എല്ലാ സ്കൂളുകളിലും ഈ ഡയഗ്രം ഇതുപോലെ വരപ്പിക്കണം എന്നില്ല. ഒരു ചിലവർ ഇത് മാത്രം പഠിപ്പിച്ചിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിലുണ്ട്. നിങ്ങൾ സ്കൂളിൽ എങ്ങനെയാണ് എടുക്കുന്നത് ആ രീതിയിൽ പറയാം കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇതിനെന്താ എഴുതണം? ആറ്റമിക് ഓർബിറ്റൽ. ഈ മിഡിൽ വരക്കുന്നത് എന്താ? മോളിക്കുലർ ഓർബിറ്റൽ. അതൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്ത് വെക്കണം കേട്ടോ. വെറുതെ കുത്തി വരക്കണ പോലെ എല്ലാം കൂടി വരച്ചു കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലാവുമ്പോൾ മനസ്സിലായില്ലെന്ന് പറയരുത്. വരക്കുമ്പോൾ വൃത്തിയിലും ആ ഡിസ്റ്റിങ്റ്റ് ആയിട്ട് വരക്കണം. അപ്പൊ എനിക്ക് ഈ റെഡ് കളറിലൊന്നും വരക്കാതെ എല്ലാവരും കൂടി കുത്തി വരക്കാം. അപ്പൊ ഇത് ഭംഗിയാവും ഇല്ല പിന്നീട് നോക്കുമ്പോൾ. വീട്ടിൽ പോയിട്ട് റീറൈറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ റീറൈറ്റ് ചെയ്യുക, ഒരു കളറൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് സ്കെച്ച് ഒക്കെ ഉണ്ടെങ്കിൽ മിഡിലിൽ മാത്രം സ്കെച്ച് കൊടുക്കുക. എന്നിട്ട് ആ കളറിന് നേരെ എഴുതി വെക്കുക, ദീസ് ആർ ദ മോളിക്കുലർ ഓർബിറ്റൽ. ഈ സൈഡിൽ കൊടുക്കുന്നത് ആറ്റമിക്. വീട്ടിൽ പോയിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, അത്യാവശ്യം സ്പേസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ നോക്കാം. ഞാൻ നേരത്തെ അങ്ങനെ ഒരു ഡാൻസിന്റെ കാര്യങ്ങൾ പറയാൻ കാരണം ഇത്രേ ഉള്ളൂ. ആറ്റത്തിന് സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ടാണ് MOTയിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ആറ്റം കമ്പൈൻ ടു ഫോം മോളിക്യൂൾ. അങ്ങനെ എത്തിയപ്പോൾ സ്റ്റെബിലിറ്റി കൂടുകയാണ് ചെയ്തേക്കുന്നത് മിക്കതിനും. വൈ എന്ന് പറയാൻ ക്വസ്റ്റ്യൻസ് വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു ഡിസൈനിലേക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളും ആലോചിക്കണം ഇത് വരക്കുന്നതിന് എന്തുകൊണ്ട്, വാട്ട് ഇസ് ദ റീസൺ. അങ്ങനെ മൈൻഡിലേക്ക് കൊടുത്തില്ലെങ്കിൽ ആ കൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡ് റിജക്ട് ചെയ്യും. അപ്പോൾ ഓർത്ത് വെക്കുക, ആറ്റം കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ആകുമ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ കുറച്ചും കൂടി എന്താവും? സ്റ്റേബിൾ ആകും, കംഫർട്ട് ആകും. അങ്ങനെ സ്റ്റേബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എക്സിസ്റ്റൻസ് കൂടുതലായിട്ട് വരും.